സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് സ്ട്രീമിങ്ങിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പം നമ്മളിപ്പോൾ 32 പേരായിട്ടുണ്ട്. അപ്പം ക്ലാസ് നമുക്ക് തുടങ്ങാം. സോ ഇതിലെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ള ആളുകളല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം റൂട്ട് മോഡലായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. So we have discussed this topic, the root model, solid state physics, free electron theory ആണ് root model. അപ്പോൾ ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് തുടക്കത്തിൽ സോമർഫെൽഡ് മോഡൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലം സെക്ഷനിൽ കിടക്കാം. ഓക്കെ എല്ലാവരും? ഇപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം എൻ്റെ മുന്നിൽ ഈ ഒരു സ്ക്രീൻ മാത്രം, നിങ്ങൾ കാണുന്ന സ്ക്രീൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഗൂഗിൾ മീറ്റിന്റെ വിൻഡോ എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ ഇഫ് യു ഹാവ് എനി ക്വറി, എനി ഡൗട്ട്, ജസ്റ്റ് അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് ആസ്ക് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എന്താണ് ഡൗട്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഏറ്റവും അവസാനത്തേക്ക് വെക്കേണ്ട, എപ്പോഴെങ്കിലും ഇൻ ബിറ്റ്വീൻ ഡൗട്ട് വരാണെങ്കിൽ ഉടനടി എന്ന് ചോദിക്കാം. അപ്പം തുടങ്ങിയല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, തീർത്ത കേൾക്കുന്നുണ്ടോ? തീർത്ത വിനോദ്. ഓക്കെ, ശ്വേത എസ്. ശ്വേത. രാഹുൽ. രാഹുൽ കേൾക്കുന്നുണ്ടോ? യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് തുടങ്ങാം. സോ അപ്പം സോ ഐ എം അസ്യൂമിങ് എവരിവൺ ലിസൺഡ് ദ റൂട്ട് മോഡൽ. ഇപ്പൊ റൂട്ട് മോഡൽ എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫ്രീ ഇലക്ട്രോൺ തിയറി, okay, for free electron theory, so free electron theory of metals. രണ്ട് free electron theory, the Drude model, the Sommerfeld model. The Drude model is completely a classical theory and Sommerfeld model is a quantum mechanical theory. So there is a difference. So Drude model നമ്മൾ എങ്ങനെയായിരുന്നു ഒരു മെറ്റലിനെ കണ്ടിരുന്നത്? So in Drude model, മെറ്റൽ എന്ന് പറയുന്നത് it is a collection of large number of positively charged ions and randomly moving free electrons. Okay, so this is a collection of ions plus free electron. Okay, അപ്പൊ എന്താണ് ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രോൺ, ഒരു ആറ്റമിന് ഇലക്ട്രോൺ റിലീസ് ചെയ്യുകയാണെങ്കിൽ there will be an attractive force between electron and ion, അല്ലെ? അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യപ്പെടുന്നത് അക്കോർഡിംഗ് ടു ദ ക്വാണ്ടംസ് ലോ. ഇപ്പൊ തൽക്കാലം നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മുടെ മോഡൽ ഒരു കാര്യം അസ്യൂം ചെയ്യാണ്, ഇലക്ട്രോണ് യാതൊരു രീതിയിലുള്ള ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ആർ അസ്യൂമിങ്, assume no force experienced by electron. അപ്പൊ അതാണ് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറഞ്ഞത്. So then sense of free electron is not experiencing any force. പക്ഷെ ഫോഴ്സ് എക്സ്പീരിയൻസ് എപ്പോഴും മാത്രം എക്സെപ്റ്റ് ബൈ ഇറ്റ് കൊളൈഡ് വിത്ത് അയൺ. കാരണം ഈ ഇലക്ട്രോൺസ് ഇവിടെ റാൻഡം ആയിട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അയൺസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മൊമെന്റം എക്സ്ചേഞ്ച് ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും. അതല്ലാതെ വേറെ യാതൊരു രീതിയിലും ഇതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. മീൻ ദി ഇലക്ട്രോൺ ആൻഡ് അയൺസ് ആർ സെപ്പറേറ്റഡ്, അത് തമ്മിൽ ഡിസ്റ്റൻസ് സെപ്പറേഷൻ ആണ് ഉള്ളതെങ്കിൽ യാതൊരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സോ ദർ ഈസ് ദി മെയിൻ എസെൻസ് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ തിയറി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ മാത്രമേ ഈ ഒരു മോഡൽ വർക്ക് ചെയ്യും. സോ ദർ ആർ ലിമിറ്റേഷൻസ് ഫോർ ദിസ് മോഡൽ. കാരണം നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയാ ഓവർ സിംപ്ലിഫൈഡ് അസംഷൻ ആണ്, അല്ലെ? ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ അസംഷൻ. ഇപ്പം നമ്മുടെ മോഡലിംഗിന്റെ കേസിൽ ഫിസിക്സ് മോഡൽ ചെയ്യുമ്പോൾ വിൽ സ്റ്റാർട്ട് ഫ്രം വെരി സിമ്പിൾ, ദെൻ സ്ലോലി വിൽ ആഡ് കോംപ്ലക്സിറ്റി. അപ്പൊ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മോഡൽ.
ഇലക്ട്രോണ് ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം അസ്യൂം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ചിട്ട് മീൻസ് ഇലക്ട്രോണിനെ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കൊന്ന് നമ്മുടെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഹോൾ ഇഫക്റ്റിന്റെ എക്സ്പ്രഷൻ ചെയ്തു, ഹോൾ കോയിഫിഷ്യന്റ് കണ്ടുപിടിച്ചു, തെർമൽ കണ്ടക്ടിവിറ്റി ഡിസ്കസ് ചെയ്തു, അതിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിസ്കസ് ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്രൂഡ് മോഡൽ ഉപയോഗിച്ച് ചെയ്തു. ആൻഡ് ഡ്രൂഡ് മോഡൽ ഇസ് കംപ്ലീറ്റ്ലി ക്ലാസിക്കൽ. അപ്പോൾ ക്ലാസിക്കൽ ആയതുകൊണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് the laws that we are using is Newton's law, plus and the statistics that we are using is Maxwell Boltzmann statistics. So Newton's law, Maxwell Boltzmann statistics കൂടി ഏതാണ് ഡ്രൂഡ് മോഡൽ. ഓക്കെ, ഇനി when you are going to the Sommerfeld model, Sommerfeld മോഡലിലേക്ക് വരുമ്പോൾ the Newton's law നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയില്ല because it is a quantum mechanical model. So the basic equation of motion would be the Schrodinger equation, and the statistics we are going to use is Fermi Dirac statistics. So these are main difference when you are going from Drude model to Sommerfeld model. Electron ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യും. മറിച്ച് ബാക്കി എല്ലാ അസംപ്ഷൻസും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഫ്രീ ഇൻസൈഡ് ദ മെറ്റൽ. ആ ഫ്രീ ഇലക്ട്രോൺ തിയറി തന്നെയാണ് ഇതും. ഫോഴ്സ് ഒന്നും നമ്മൾ തൽക്കാലം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ഇപ്പം നമ്മുടെ മോഡൽ മാറുന്നതുണ്ട്. മോഡൽ ഏതിലാണ് മാറ്റം വരുന്നത്? അതിന്റെ തിയറി, ഇവിടെ ഉപയോഗിക്കുന്ന തിയറിയിലാണ് മാറ്റം വരുന്നത്. The physical model is same, whereas the theory would be different. Newton's law പകരം Schrodinger equation ഉപയോഗിക്കും. അതിൽ Maxwell Boltzmann distribution പകരം will be using Fermi Dirac distribution. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് so we are focusing on the net. നെറ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നെറ്റ് ഗേറ്റ്, ഇതുപോലെ എക്സാം ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ കാര്യമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് പ്രധാനമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യം, ഒന്ന് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഫെർമി എനർജി, ഫെർമി റേഡിയസ്, ഫെർമി വെക്ടർ, ഫെർമി ടെമ്പറേച്ചർ, ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ, പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ബ്രോഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കാര്യമായിട്ട് നമ്മുടെ സോമർഫെൽഡ് മോഡലിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അധികം ഇതാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കഷൻ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പറഞ്ഞു. ഓക്കെ, ട്രേസ് ആണ് പറഞ്ഞല്ലേ. ഗുഡ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഓക്കെ, നമുക്ക് ആദ്യം ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. So Fermi Dirac distribution, usually denoted as f of E, it is 1 upon exponential of E minus EF by KT plus 1. So this is the power of E. Okay, so this is the Fermi Dirac distribution function. ഇതിന്റെ physical meaning എന്ന് പറയുന്നത് it is a probability to find electron in energy E at temperature T. അപ്പോൾ T ടെമ്പറേച്ചറിൽ
E എന്ന് പറഞ്ഞ എനർജിയിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് ഇ ഇസ് എ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദി ഇലക്ട്രോൺ ഇൻ എനർജി ലെവൽ ഇ അറ്റ് ടെമ്പറേച്ചർ ടി. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, സോ പ്രോബബിലിറ്റി യൂഷ്വലി വി നോ ദാറ്റ് ദ പ്രോബബിലിറ്റി വേരീസ് ഫ്രം 0 to 1 അല്ലേ. ഇപ്പൊ എഫ് ഓഫ് ഇന്റെ മിനിമം വാല്യൂ 0 ആകുക, എഫ് ഓഫ് ഇന്റെ മാക്സിമം വാല്യൂ 1 ആകുക. എഫ് ഓഫ് ഇ 0 ആണെങ്കിൽ എന്താണ് അർത്ഥം? If f of e is 0, that means the probability to find the electron in that energy level is 0. That means ആ എനർജി ലെവലിൽ നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല അല്ലേ. ഒരിക്കലും നമുക്ക് ആ ഒരു എനർജി ലെവലിൽ ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല. മറിച്ച് എഫ് ഓഫ് ഇ 1 ആണെങ്കിലോ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? 100% ഇലക്ട്രോൺ ആ എനർജി ലെവലിൽ ഉണ്ടാവും. Certainly the electron will be present at that energy level. ഓക്കെ, സോ ദറ്റ് ഈസ് പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു പുതിയൊരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണും, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പുതിയൊരു ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ, ഒരു ഇ എഫ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണാം. അപ്പൊ എന്താണ് ഈ ഇ എഫ്? പി എഫിന്റെ പേര് തൽക്കാലം നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇ എഫ് ഈസ് കോൾഡ് ഫെർമി എനർജി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഫെർമി എനർജി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഫെർമി എനർജി കണ്ടെത്താണെങ്കിൽ the best way is just plot the graph between f of e and e at temperature t equal to 0 Kelvin. ഇപ്പൊ t equal to 0 Kelvin നമ്മുടെ f of e ന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക വേഴ്സസ് എനർജി. അപ്പം എഫ് ഓഫ് ഇന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എനർജി ലെസ് ദാൻ ഫെർമി എനർജി, ഇ ലെസ് ദാൻ ഇ എഫ്. അപ്പൊ ഇ ലെസ് ദാൻ ഇ എഫ് ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ചെയ്ത് എഫ് ഓഫ് ഇ എന്ന് പറയുന്ന സാധനം 1/e raised to e minus ഇ എഫ് ഡിവൈഡഡ് ബൈ kT പ്ലസ് 1 ആണ്. അപ്പൊ t 0 ആകുമ്പോൾ when t tends to 0, സാധാരണ this exponential will go to infinity. Exponential raised to 1/0 വരും. So that will become infinity അല്ലേ. അപ്പം t എന്ന് പറയുന്നത് നമ്മുടെ ഇ മൈനസ് സി എഫ് ബൈ കെ ടി, അവിടുത്തെ പവറിന്റെ ഡിനോമിനേറ്ററിലാണ് t വരുന്നത്. അപ്പൊ t 0 ആകുന്ന നേരം പവർ വുഡ് ബിക്കം ഇൻഫിനിറ്റി. അപ്പൊ എനർജി ലെസ് ദാൻ ഇ എഫ് ആകുമ്പോൾ ഈ ലെസ് ദാൻ ഇ എഫ് ആകുന്ന നേരം ആ പവർ എന്ത് വരാം? നെഗറ്റീവ് ആണ് വരാം. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് 1/e raised to minus infinity plus 1 because e is നമ്മുടെ e f നെക്കാളും കുറവായതുകൊണ്ട് the numerator would be negative and you will be getting negative infinity because t is 0. Now what is e raised to minus infinity? E raised to minus infinity is 10 to 0 and therefore f of e value would be 1. So f of e equal to 1 for e less than ef. Then what about f of e for e greater than ef? ഇതേപോലെ ചെയ്താൽ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 upon, അപ്പോൾ ഇവിടെ ഇ മൈനസ് ഇ എഫ്, ഇ കൂടുതലാണ്, ഇ എഫിനെക്കാളും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇ മൈനസ് ഇ എഫ് പോസിറ്റീവ് വരും. സോ ദെർഫോർ യു വിൽ ഗെറ്റ് ഇ റേസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി പ്ലസ് 1 ആൻഡ് ദാറ്റ് വുഡ് ടെൻസ് ടു 0. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഈ പോയിന്റാണ് ഇ എഫ് എന്നിരിക്കട്ടെ, ഇത് 1 എന്നിരിക്കട്ടെ, ദിസ് 0. സോ എഫ് ഓഫ് ഇ ഇസ് 1 ഫോർ എനർജി ഫ്രം 0 to EF and it is 0 for greater than EF. അപ്പോൾ t ഈക്വൽ ടു 0 കെൽവിനിൽ നിങ്ങളുടെ ഗ്രാഫ് ഈ രീതിയിലാണുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെർമി എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പൊ നോക്കുമ്പോൾ 0 കെൽവിനിൽ ഫെർമി എനർജി വരെയുള്ള എഫ് ഓഫ് ഇന്റെ വാല്യൂ, ഫെർമി ഡ്രാഗ് ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ, ഫെർമി ഡ്രാഗ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. എഫ് ഓഫ് ഇ 1 ആണ്. എഫ് ഓഫ് ഇ 1 മീൻസ് അവിടെ 100% ഇലക്ട്രോൺ ഓക്കുപൈ ചെയ്യുന്ന, ആ എനർജികളിൽ 100% ഇലക്ട്രോൺ ഓക്കുപൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? 0 കെൽവിനിൽ ഫെർമി എനർജി വരെയുള്ള എല്ലാ എനർജി ലെവൽസും ഓക്കുപൈഡ് ആണ്. അതിനുശേഷമുള്ള എനർജി ലെവൽസ് അൺഒക്കുപൈഡ് ആണ്, 0 ആണ്. എഫ് ഓഫ് ഇ 0 ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അൺഒക്കുപൈഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫെർമി എനർജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? How will you define Fermi energy?
ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി, എങ്ങനെ നിങ്ങളിത് പറയും? നവ്യ ഞാൻ ശ്രമിച്ചു നോക്കോ? നവ്യ ഇല്ലേ? നിമ്രിത, സജിത്ത്, നിമ്രിത, സജിത്ത്. നിമ്രിത കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഈ എഫ് ഓഫ് ഇ നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അതിന് നമുക്ക് ഈ ഫെർമി എനർജിനെ എന്തെങ്കിലും രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആ ഒരു ഗ്രാഫ് നോക്കിയിട്ട് എഫ് ഓഫ് ഇ എന്താണെന്ന്, സോറി എഫ് ഓഫ് ഇ അല്ല, ഇ എഫ് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഫെർമി എനർജി എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഫെർമി എനർജി എന്ന് പറയുമ്പോൾ എനർജി ലെവൽ ബിഫോർ വിച്ച് the probability of finding electron 1 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 0 കെൽവിനില് ഇലക്ട്രോണിന് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജി എന്ന് പറഞ്ഞൂടെ അല്ലെ? അതുവരെയാണ് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്നത്. അതിന്റെ മുകളിൽ എന്താണ്? ഓക്യുപ്പൈ ചെയ്യുന്നില്ല. അപ്പം 0 കെൽവിനില് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജിയാണ് ഫെർമി എനർജി അല്ലെ? ആ രീതിയിൽ പറഞ്ഞൂടെ? നിങ്ങൾക്കൊരു എനർജി ലെവൽ ഡയഗ്രം നിങ്ങൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ പ്ലോട്ടിംഗ് ദി എനർജി ലെവൽ ഡയഗ്രം, ഓക്കെ, തൽക്കാലം നമുക്ക് എനർജി ലെവൽസ് ഞാൻ ഇങ്ങനെ വരച്ചു തന്നിരിക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ വരക്കാൻ കാരണം നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആണ്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആണെന്നേരം എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് കണ്ടിന്യൂസ് എനർജി വിൽ ബി ഗെറ്റിംഗ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ്. ഓക്കെ, ഇപ്പൊ തൽക്കാലം എനർജി ലെവൽസ് ഇങ്ങനെ ലൈൻസ് ആയിട്ട് വരക്കുന്നു. അപ്പൊ ഇത് ഏറ്റവും ലോവസ്റ്റ് എനർജി. ഇപ്പം ഇത് തൽക്കാലം ഈ ഒരു എനർജി ഫെർമി എനർജി എന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഓരോ ലെവലും ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യും. ഓരോ ലെവലിൽ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ ടി ഈക്വൽ ടു 0 കെൽവിൻ നോക്കിക്കഴിഞ്ഞാൽ എവിടെ വരെയാണ് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുക? പിന്നെ അത് ഓരോന്നിലും 2 ഡോട്ട് ഇടാൻ കാരണം അവിടെ സ്പിൻ ഡീജനറസി ഉണ്ടാവും. ഓരോ എനർജി ലെവലിലും 2 ഇലക്ട്രോൺ സ്പിൻ ഡീജനറസി കാരണം 2 ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 0 കെൽവിന് മാക്സിമം ഫെർമി എനർജി വരെ മാത്രമേ ഓക്യുപ്പൈ ചെയ്യും. അതിനുശേഷം നമ്മളുടെ എനർജി ലെവൽ മുഴുവൻ വാക്കന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫെർമി എനർജീനെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ദി മാക്സിമം എനർജി ലെവൽ occupied by electron in metal at T equal to 0 Kelvin. ഇപ്പൊ 0 കെൽവിനിലെ ഇലക്ട്രോണിന് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർമി എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഫെർമി എനർജി എന്ന കൺസെപ്റ്റ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദിസ് ഡെഫിനിഷൻ. നവ്യ ഓക്കെ ആണിത്? ഈ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആണോ? നവ്യ ഇല്ലേ ക്ലാസ്സില്ലേ? നവ്യ ഇല്ല. നൂറ ഫാത്തിമ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഫെർമി എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യും? 0 കെൽവിനിലെ ഒരു ഇലക്ട്രോണിനെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ഇങ്ങനെയും പറയാം, 0 കെൽവിനില് ഫെർമി എനർജി ലെവലിൽ വരെയുള്ള എല്ലാ എനർജി ലെവൽസും ഓക്യുപ്പൈഡ് ആണെന്നും കൂടി പറയാം. ഓക്കെ, ആ ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, സോ that means all energy levels up to Fermi level will be occupied at T equal to 0. കാരണം എന്താണ് ഇവിടെയൊക്കെ ഫെർമി ലെവൽ വരെ എഫ് ഓഫ് ഇന്റെ വാല്യൂ 1 ആണ്. സോ ദാറ്റ് മീൻസ് ആ ഓരോ എനർജി ലെവലും കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ് ആയിരിക്കും. എഫ് ഓഫ് ഇ ഈസ് 1. So all energy level up to Fermi level will be occupied at T equal to 0 Kelvin. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് ഓർക്കാം. മീൻസ് മാക്സിമം എനർജി ആണ്
അപ്പോൾ ആ എനർജി ലെവലിൽ വരെയുള്ള എല്ലാ എനർജി ലെവൽസും ഓക്കുപ്പൈഡ് ആയിരിക്കും. ഓർക്ക 0 കെൽവിനിൽ. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോഴെന്താ സംഭവിക്കാം? വാട്ട് വിൽ ഹാപ്പൻ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? T greater than 0 കെൽവിൻ ആകുമ്പോൾ നമ്മുടെ ഗ്രാഫിൽ ചെറിയൊരു വേരിയേഷൻ വരും. അത് ഞാൻ നിങ്ങൾക്ക് വരച്ചു തരാം. ഏകദേശം ഇങ്ങനെയായിരിക്കും അതിൻ്റെ വേരിയേഷൻ ഉണ്ടാകുക. ഇങ്ങനെയായിരിക്കും വേരിയേഷൻ ഉണ്ടാകുക. സോ ദാറ്റ് മീൻസ് if you increase the temperature, the electron very near to the Fermi level, the occupancy of energy level very near to the Fermi level decreases. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫെർമി ലെവലിന് വളരെ അടുത്തുള്ള എനർജി ലെവൽസിന്റെ ഒക്കുപ്പൻസി, ദ പ്രോബിലിറ്റി ഓഫ് ഒക്കുപ്പൻസി കുറയും. അതുപോലെ ഫെർമി ലെവലിന് തൊട്ട് മുകളിലുള്ള എനർജി ലെവൽസിന്റെ പ്രോബിലിറ്റി ഓഫ് ഒക്കുപ്പൻസി കുറച്ച് കൂടും. 0-നെക്കാട്ടി കൂടുതലാണ്. കാരണം ഈ ഒരു എനർജി ലെവൽസ് ഒക്കെ നോക്കുന്നേരം FOP ഇപ്പം 0-നെക്കാട്ടി കൂടുതലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഫെർമി എനർജിന് വളരെ അടുത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഹയർ ലെവലിലോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പം ഇവിടുത്തെ ഒക്കുപ്പൻസി കുറയും, മുകളിലത്തെ ഒക്കുപ്പൻസി കൂടും. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ സംഭവിക്കും. അപ്പൊ ഈ ഒരു ട്രാൻസിഷനിൽ ഇപ്പൊ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എല്ലാ ഇലക്ട്രോൺസും എക്സൈറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ ഓൺലി ഇലക്ട്രോൺസ് വെരി നിയർ ടു ദ ഫെർമി ലെവൽ ആർ എക്സൈറ്റഡ് ടു ദ ഹയർ എനർജി ലെവൽസ്. ഇപ്പൊ ഫെർമി എനർജി ലെവലിന് വളരെ അടുത്തുള്ള ഇലക്ട്രോൺസ് മാത്രമേ ഹയർ ലെവലിലോട്ടേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ 0 കെൽവിനിൽ എന്താണ് സിറ്റുവേഷൻ നോക്കി. അതിന് ടെമ്പറേച്ചർ കൂടുന്ന നേരം സോ ദി ഇലക്ട്രോൺ വിൽ ഗെറ്റ് തെർമൽ എനർജി. അപ്പൊ തെർമൽ എനർജി കാരണം ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടാം. ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്ന നേരം എല്ലാ ഇലക്ട്രോൺസും എക്സൈറ്റ് ചെയ്യപ്പെടുന്നില്ല. But only the electron very near to the Fermi level is getting excited. Okay, so there is one of the important difference between the Maxwell distribution and the Fermi-Dirac distribution. Maxwell distribution എടുക്കുന്നതെങ്കിൽ ഒരു ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ഇലക്ട്രോൺസിന്റെയും എനർജി കൂടും. Okay, so because the energy is given as 3/2 kT. So all electron absorbs the thermal energy and its energy increases. Whereas in case of Fermi-Dirac distribution, if you increase temperature, only electrons very near to the Fermi level is getting excited. അപ്പോൾ വളരെ കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഈ തെർമൽ എക്സൈറ്റേഷൻ പ്രോസസ്സിന്റെ ഭാഗമാകുള്ളൂ. ഓക്കെ, സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, only very few electron is participating in thermal excitation process. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ നമ്മുടെ ഈ സാധാരണ റൂട്ട് മോഡൽ ഡിറൈവ് ചെയ്യുന്നതിനെക്കാട്ടും വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ ഷോ ഇറ്റ് ഹിയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ വെൻ യു ആർ ഗോയിങ് ഫ്രം ക്ലാസിക്കൽ ടു ക്വാണ്ടം തിയറി, ദി ഇലക്ട്രോൺ ഹാസ് ടു ബി ട്രീറ്റഡ് ആസ് എ ക്വാണ്ടം പാർട്ടിക്കിൾ. ആൻഡ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് മാക്സ്വൽ ബോൾട്സ്മാൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. വി ഹാവ് ടു യൂസ് ദ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് വിൽ ബി യൂസിങ് ദ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ എന്തുകൊണ്ടൊക്കെയെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ സ്പിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിന്റെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത്. സോ എഫ് ഓഫ് ഇ ഈസ് 1 എക്സ്പോണൻഷ്യൽ ഓഫ് ഇ മൈനസ് EF ബൈ KT പ്ലസ് 1. എഫ് ഓഫ് ഇന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു എനർജി ലെവലിൽ ഇലക്ട്രോണെ കാണാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പൊ അവിടെ പുതിയൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫെർമി എനർജി ഓർ ഫെർമി ലെവൽ. ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് 0 കെൽവിനിൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജിയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ 0 കെൽവിനിൽ ഫെർമി ലെവൽ വരെയുള്ള എല്ലാ എനർജി ലെവൽസും ഓക്യുപ്പൈഡ് ആയിരിക്കും. അതിന് മുകളിലുള്ള എനർജി ലെവൽസ് ഒക്കെ വാക്കന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കൂട്ടുന്നതെന്ന് സംഭവിക്കും, ഫെർമി ലെവലിന് വളരെ അടുത്തുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടും, എന്നിട്ട് അത് തൊട്ട് മുകളിലോട്ടേക്ക് അത് ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ കൂടുമ്പം ഫെർമി ലെവലിന്റെ മുകളിലുള്ള എനർജി ലെവൽസ് വാക്കന്റ് അല്ല, it will be occupied by electron. ഓക്കെ, ഇനി
ഈ ഒരു കാര്യം ഇത്തരം ഡിസ്കഷൻ നമുക്ക് ഒരു പ്രധാന കാര്യം നമുക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ 0 കെൽവിനിൽ നിങ്ങൾ നോക്കുമ്പോൾ ഫെർമി ലെവൽ വരെ മാത്രമേ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മെറ്റലിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഫെർമി ലെവൽ വരെ എത്ര സ്റ്റേറ്റ് ഉണ്ട് നോക്കാം. സോ ജസ്റ്റ് കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി ലെവൽ. കാരണം ഫെർമി ലെവൽ വരെയുള്ള എല്ലാ സ്റ്റേറ്റുകളും ഒക്കുപ്പൈഡ് ആയിരിക്കും. അപ്പൊ ഫെർമി ലെവൽ വരെ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ആ നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ആയിരിക്കും. സോ ദി നമ്പർ ഓഫ് state below Fermi level equal to total number of electron in metal. ഇത് എഴുതുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ? നമ്പർ ഓഫ് സ്റ്റേറ്റ് ബിലോ ഫെർമി ലെവൽ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ മെറ്റൽ. ഓക്കെ, കാണുന്നില്ലെങ്കിൽ എന്ന് പറയാൻ ഞാൻ ഒന്ന് വലുതായിട്ട് എഴുതാം. Okay. So the number of state available below Fermi energy equal to number of electron in metal. കാരണം 0 കെൽവിനിൽ ഫെർമി ലെവൽ വരെ മാത്രമേ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളൂ. അപ്പം ഫെർമി ലെവലിലെ എല്ലാ എനർജി ലെവൽസും ഒക്കുപ്പൈഡ് ആയിരിക്കും. ഓരോ എനർജി ലെവലിലും 2 സ്റ്റേറ്റ് പോസിബിൾ ആണ്. കാരണം സ്പിൻ ഡീജനറേറ്റ് കാരണം ഓരോ ലെവലിലും 2 സ്റ്റേറ്റ് പോസിബിൾ ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റും കൗണ്ട് ചെയ്യുക. അപ്പൊ ടോട്ടൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് നോക്കാം. ടോട്ടൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ ആ എല്ലാ സ്റ്റേറ്റുകളും ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇലക്ട്രോൺസിന് എണ്ണത്തിലൊന്നും മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല. ആകെ എന്ത് മാത്രം സംഭവിക്കും? ഇലക്ട്രോൺസ് ജസ്റ്റ് എക്സൈറ്റഡ് ടു ഹൈ എനർജി ലെവൽ. ഫെർമി എനർജി ലെവലിന് തൊട്ടടുത്തുള്ള എനർജി ലെവലിൽ ഇലക്ട്രോൺ മുകളിലോട്ടേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. ബട്ട് ഇൻ ദി തെർമൽ എക്സൈറ്റേഷൻ പ്രോസസ് അവിടെ ഇലക്ട്രോൺസിന് എണ്ണമൊന്നും കൂടുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ എന്ന് പറയുന്നത് ഫെർമി ലെവലിന് താഴെ എത്ര സ്റ്റേറ്റ് ഉണ്ട് അതിന് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഇസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ്. നൗ ദിസ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ എ മെറ്റൽ. അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റ് ഇതാണ്. നമുക്കറിയാം 0 കെൽവിനിൽ ഫെർമി ലെവൽ വരെ മാത്രമേ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫെർമി ലെവൽ വരെയുള്ള എല്ലാ എനർജി ലെവൽസും എല്ലാ സ്റ്റേറ്റും ഒക്കുപ്പൈഡ് ആയിരിക്കും. നമുക്ക് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അറിയാം ഒരു സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോണിന് മാത്രമേ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓരോ എനർജി ലെവലിൽ 2 ഇലക്ട്രോണിന് മാത്രമേ ഞാൻ ആഡിൽപ്പെടുത്തിയുള്ളൂ. അല്ലെ, ആ 2 വെക്കാൻ കാരണം അവിടെ സ്പിൻ ചെയ്യണം. ഒന്ന് സ്പിൻ അപ്പ് ആകും, ഒന്ന് സ്പിൻ ഡൗൺ ആകും. ഓരോ എനർജി ലെവലിലും 2 ഇലക്ട്രോണിന് ഒക്കുപ്പൈ ചെയ്യാം. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഓരോ എനർജി ലെവലിലും ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തു പോകുന്നു. 0 കെൽവിനിൽ മാക്സിമം എവിടെ വരെ ഒക്കുപ്പൈ ചെയ്യും? ഫെർമി ലെവൽ വരെ ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫെർമി ലെവൽ വരെ മാത്രമേ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളൂ 0 കെൽവിനിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫെർമി ലെവൽ വരെ എത്ര സ്റ്റേറ്റ് ഉണ്ട് അതിന് ഈക്വൽ ആയിരിക്കും. സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് ഈക്വൽ ആയിരിക്കും
ഫെർമി ലെവൽ വരെ എത്ര എനർജി ലെവൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനെ രണ്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം ഓരോ എനർജി ലെവലിലും 2 ഇലക്ട്രോൺ പോസിബിൾ ആണ്. അപ്പം ഫെർമി ലെവൽ വരെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, എത്ര എനർജി ലെവൽസ് ഉണ്ടെന്ന് നോക്കാം. അതിനെ രണ്ടിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് യു വിൽ ഗെറ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്. ആ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇനി ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലും ഇതിൽ മാറ്റമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഇലക്ട്രോൺസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇത് ഇലക്ട്രോൺസ് ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് എക്സൈറ്റഡ് ടു ദ ഹയർ എനർജി ലെവൽസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇൻ ജനറൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടെത്തേണ്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതി? ഫെർമി ലെവലിന്റെ ഉള്ളിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഫെർമി ലെവലിന്റെ ഉള്ളിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അത് തന്നെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഹലോ സർ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫെർമി ലെവല് കൂടൂലേ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മെറ്റൽസിന്റെ കേസിൽ ഫെർമി ലെവൽസ് ഒന്നും മാറില്ല. അത് ഫെർമി ലെവൽ മാറും ഇൻ ദ കേസ് ഓഫ് ഇപ്പൊ നിങ്ങൾ ഇതിലൊക്കെ സെമി കണ്ടക്ടറൊക്കെ പോകുന്നതിന് മാറും. അല്ല, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൂടുതൽ വലിയ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് പോകും. പക്ഷേ ഫെർമി ലെവൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇത് മാക്സിമം എനർജി ലെവൽ ഒക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺ അറ്റ് 0 കെൽവിൻ ആണ്. 0 കെൽവിനിൽ മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽ. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിന് ഫെർമി ലെവൽ അവിടെ നിന്ന് ഫിക്സ്ഡ് ആണ്. ഫെർമി ലെവൽ ഫിക്സ്ഡ് ആണ്. ആകെ ഇലക്ട്രോൺസ് ഫെർമി ലെവലിന്റെ മുകളിലോട്ടേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഫെർമി ലെവൽ ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. പക്ഷെ നിങ്ങൾ ഈ ഡൗട്ട് വരാനാണ് ഈ ഫെർമി ലെവലിൽ സെമി കണ്ടക്ടറിലേക്ക് വരുമ്പം ഇതല്ല സിറ്റുവേഷൻ. അപ്പൊ സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് ഫെർമി ലെവൽ വ്യത്യാസമുണ്ട്. പക്ഷെ ബയാസിംഗ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഫെർമി ലെവൽ മാറും. ഇലക്ട്രോൺസ് മുകളിലോട്ടൊക്കെ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫെർമി ലെവൽ മാറും. ഓക്കെ, അവിടെ നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സെമി കണ്ടക്ടറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാം. നൗ വി ആർ ഫോക്കസിങ് ഓൺലി ഓൺ മെറ്റൽ. ഇപ്പൊ മെറ്റലിന്റെ കേസിൽ ദ ഫെർമി ലെവൽ ഈസ് ഫിക്സ്ഡ്. ഓക്കെ, ഈ ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ സാധനം is it clear or not? അത് ക്ലിയർ ആണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമാണ്. കാരണം ഇത് എൻ്റയർ ഫർദർ ഡിസ്കഷൻ ഈസ് ബേസ്ഡ് ഓൺ ദിസ് ആർഗ്യുമെന്റ്. ക്ലിയർ ആണ് സർ. ഓക്കെ, ഹലോ സർ. പറഞ്ഞു. ഈ എഫ് ഓഫ് ഈന സാർ പ്രോബബിലിറ്റി ആയിട്ട് പറഞ്ഞില്ലേ? അത് ഫെർമി ഡിറാക്കിൽ മാത്രമല്ലേ പറ്റൂ? ബോസ്-ഐൻസ്റ്റീനിൽ പറ്റില്ലല്ലോ? ബോസ്-ഐൻസ്റ്റീനിൽ ഇത് മാറും. എഫ് ഓഫ് ഇ ഇങ്ങനെയല്ല, ഈ ഫോമിലല്ല വരാം. ഓക്കെ, പക്ഷെ എഫ് ഓഫ് ഇ ഗ്രേറ്റർ ദാൻ 1 ആവുമല്ലോ ബോസ്-ഐൻസ്റ്റീൻ. അപ്പൊ അവിടെ ഇതായിരിക്കൂല. അപ്പൊ അവിടെ പ്രോബബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ? അത് എനിക്കറിയില്ല, നിങ്ങൾ നോക്കേണ്ടി വരും. ഓക്കെ, so here you can treat this f of a as probability. അവിടെ എന്താണ് എക്സ്പ്രഷൻ വരുന്നത് എനിക്ക് ഓർമ്മയില്ല. ബോസ്-ഐൻസ്റ്റീൻ അവിടെ താഴെ -1 ആയിരുന്നു. ആ ഒരു വ്യത്യാസമല്ലോ. അല്ല, പിന്നെ EFന് പകരം കെമിക്കൽ പൊട്ടൻഷ്യൽ വരും. അവിടെ പ്രോബബിലിറ്റി അവിടുത്തെ കേസ് എന്ന് പറഞ്ഞത് ഇപ്പം ഒരു എനർജി ലെവലില് ഒരു ഇലക്ട്രോൺ ഒന്നല്ല, ഒരുപാട് ഒരു സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ, ഒരു പാർട്ടിക്കിൾ ഒന്നല്ല, അതിൽ കൂടുതൽ പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഡിഫറൻസ്. ഇലക്ട്രോൺസിന്റെ കേസിൽ അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തായിട്ട് നമ്മുടെ എക്സ്പ്രഷൻസ് മാറും. അപ്പൊ 1നെക്കാട്ടും കൂടാം. അപ്പൊ അത് പ്രോബബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നറിയില്ല. ബട്ട് ഇനി വാട്ട് ഹാപ്പൻസ് ഈസ് ഇപ്പൊ ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഒരു മീസോൺ ഒരു എനർജി ലെവലിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ഉണ്ടെങ്കിൽ, അതേ സ്റ്റേറ്റിൽ നിന്ന് വേറെ മീസോൺ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബോസോൺസിന്റെ ബിഹേവിയർ ആ രീതിയിലാണ്. ഇപ്പൊ ഫെർമിയോൺസ് അതല്ല. ഫെർമിയോൺസിന്റെ കേസിൽ ഒരു സ്റ്റേറ്റിൽ ഒന്നിന് മാത്രമേ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത് വ്യക്തമായിട്ട് പ്രോബബിലിറ്റി എന്ന് പറയാം. അവിടെ അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ആ ഒരു ഭാഗം നിങ്ങളൊന്ന് നോക്കേണ്ടി വരും. എനിക്കൊന്നും ചിലപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമായിരിക്കും ഈ ഫെർമി ബിഹേവിയറും ബോസോൺ ബിഹേവിയറും. അതുപോലെ ഈവൻ ക്വാണ്ടം മെക്കാനിക്സും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ആ സമയത്തൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ,
ഇനി ഇതിന്റെ ഇപ്പൊ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ കാര്യമാണ് സോമർഫെൽഡ് മോഡൽ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനിയിപ്പോ ഇതിന്റെ ഫെർമി ഡിസ്ട്രിബ്യൂഷന്റെ ഇംപ്ലിക്കേഷൻ ആണ് നമ്മളിപ്പോ നോക്കിയത്. എന്നിട്ട് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ സിസ്റ്റം നേരത്തെ പറഞ്ഞതുപോലെ മെറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവ് ചാർജ് അയൺസ് ഉണ്ട്. കളക്ഷൻ ഓഫ് static positively charged ions and freely moving electrons. Okay, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ദിസ് ഇലക്ട്രോൺ ഇസ് നോട്ട് എക്സ്പീരിയൻസിങ് എനി ഫോഴ്സ്. ദ ഫോഴ്സ് 0 ആണ്. ഇപ്പോൾ ഫോഴ്സ് 0 ആയതുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് 0 ഫിക്സ് ചെയ്യാം. The force 0 means potential constant ആയിരിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് സ്പെഷ്യൽ കേസാണ് പൊട്ടൻഷ്യൽ 0. കാരണം പൊട്ടൻഷ്യലിന്റെ റെഫറൻസ് പോയിന്റ് നമുക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ ദ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ക്യാൻ ഓൾസോ ബി ട്രീറ്റഡ് ആസ് പൊട്ടൻഷ്യൽ 0. അപ്പോൾ പൊട്ടൻഷ്യലിന് വേരിയേഷൻ ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊട്ടൻഷ്യൽ 0 ചൂസ് ചെയ്യാം. ഇനി ഇവിടെ അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫ്രീ ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ. ഈ അപ്രോക്സിമേഷൻ കൂടാതെ വേറൊരു അപ്രോക്സിമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ. അല്ലേ? ആ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? സോ വി ആർ ആക്ച്വലി യൂസിങ് 2 അപ്രോക്സിമേഷൻ. ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ആൻഡ് ഫ്രീ ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ. ഈ 2 അപ്രോക്സിമേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ 0 ആവും. ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞതാണ് ഇതിൽ ഇലക്ട്രോൺസ് തമ്മിൽ യാതൊരു ഇന്ററാക്ഷനും ഇല്ല. ഇലക്ട്രോൺസ് തമ്മിൽ യാതൊരു കൊളീഷനും ഇല്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ ഓരോ ഇലക്ട്രോണിനെയും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതാണ് ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കളക്ഷൻ ഓഫ് ഇലക്ട്രോണിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഏതാണ്ട് വി ക്യാൻ റൈറ്റ് ദ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ സിംഗിൾ ഇലക്ട്രോൺ. അതേ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ആയിരിക്കും എല്ലാ ഇലക്ട്രോൺസും ഒബേ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ കാരണം ഈച്ച് ഇലക്ട്രോൺ ആക്ട് ഇൻഡിപെൻഡന്റ്ലി. അപ്പൊ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് so we can solve Schrodinger equation for a single electron, and the same Schrodinger equation is applicable for all electrons. കാരണം ഓരോ ഇലക്ട്രോണും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം റാൻഡമായിട്ട് ഒരു ഇലക്ട്രോണിന്റെ Schrodinger equation സോൾവ് ചെയ്താൽ മതി. ആ സൊല്യൂഷൻ തന്നെയായിരിക്കും എല്ലാ ഇലക്ട്രോൺസും ഒബേ ചെയ്യുന്നുണ്ട്. സിംഗിൾ ഇലക്ട്രോൺ ആൻഡ് ഓൾ electron will obey same Schrodinger equation. So this is the implication of independent electron approximation. So ഈ approximation കുറിച്ച് പറയുകയാണെങ്കിൽ okay, so this again oversimplified approximations ആണ് free electron approximation and independent electron approximation, but up to some extent ഇത് വർക്ക് ചെയ്യും. ഫ്രീ ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ വളരെ ക്ലിയർ ആണ്, പൊട്ടൻഷ്യൽ 0 ആണ്. ഫ്രീ ഫോഴ്സ് 0, പൊട്ടൻഷ്യൽ 0. ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഇലക്ട്രോണും ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇലക്ട്രോൺസ് തമ്മിൽ യാതൊരു ഇന്ററാക്ഷനും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇലക്ട്രോണിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതിയാൽ മതി. അത് തന്നെയായിരിക്കും എല്ലാ ഇലക്ട്രോൺസിനും. അപ്പൊ അതുകൊണ്ട് ഒരു ഇലക്ട്രോണിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഏതാ, സിംഗിൾ ഇലക്ട്രോണിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ഏതാ, അല്ലെ? വി നോ നീഡ് ടു റൈറ്റ് the Schrodinger equation for a collection of electrons. So we have to just write the Schrodinger equation for a single electron, and the same equation is valid for every electron. Okay, ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇതിപ്പോ സോമർഫെൽഡ് മോഡൽ, ഇപ്പൊ സോമർഫെൽഡ് മോഡലിന് അടുത്ത മോഡലാണ് ബാൻഡ് തിയറി. അപ്പൊ ബാൻഡ് തിയറിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഫ്രീ ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ഒഴിവാക്കും. സോ വിൽ ഇൻക്ലൂഡ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ ആൻഡ് അയൺ. അത് ഇൻക്ലൂഡ് ചെയ്യും ബാൻഡ് തിയറിയിലേക്ക് വരുമ്പോൾ. പക്ഷെ അവിടെയും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ കൺസിഡർ ചെയ്യും. ഓക്കെ, when you are going for a band theory, we will not discard independent electron approximation. We will consider independent electron approximation. Only will abandon free electron approximation. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ ഇലക്ട്രോൺസ് തമ്മിൽ ഇന്ററാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് the collection of electron will behave as a Cooper pair. അപ്പം അതിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് ഡിസ്കാർഡ് ചെയ്യാം?
ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ഡിസ്കാർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അറ്റ് പ്രസന്റ് നമ്മുടെ ഡ്രൂഡ് മോഡലും സോമർഫെൽഡ് മോഡലും ഫ്രീ ഇലക്ട്രോൺ അപ്രോക്സിമേഷനും ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷനും ഉണ്ട്. ബാൻഡ് തിയറിയിലേക്ക് പോകുമ്പോൾ ഫ്രീ ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ഡിസ്കാർഡ് ചെയ്യും, ബട്ട് സ്റ്റിൽ വിൽ യൂസ് ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ. സൂപ്പർ കണ്ടക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് രണ്ടും ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ നമുക്കൊരു സിംഗിൾ ഇലക്ട്രോണിന്റെ സ്ട്രോഞ്ചർ ഇക്വേഷൻ എഴുതാം. Strong's equation for single electron, so we can write as minus h bar square by 2m del square psi plus v psi. V is 0, so therefore is equal to E psi, where E is the energy of single electron. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നിന്ന് മാറ്റിയിട്ട് del square psi is equal to, or del square psi is equal to minus 2me by h bar square psi എന്ന് വരും. Now 2me by h bar square നമുക്ക് തൽക്കാലം k square എന്ന് വിളിക്കാം. So k square is 2me by h bar square. So therefore del square psi become minus k square psi. And the simple possible solution is psi is equal to some a, അല്ലെങ്കിൽ psi 0 e raised to I k dot r. So this is a possible solution for the wave function, or the psi, the wave function xyz is equal to psi 0 e raised to I kxx plus kyy plus kzz. So this would be our wave function. For e wave function, this electron is confined in this metal. So തൽക്കാലം മെറ്റലിന്റെ ലെങ്ത് L എന്ന് എടുക്കട്ടെ. So then here we can use the boundary condition. So the boundary condition we are going to use is a periodic boundary condition. It's also called von Karman boundary condition. Period boundary condition pragaram the wave function at x plus L. Remember, L is the size of the metal. So psi of x plus L would be equal to psi of x, and psi of y plus L would be equal to psi of y. The psi of z plus L is equal to psi of z. Okay, അപ്പോൾ ഒരു കാര്യം അസ്യൂം ചെയ്യാം, നമ്മുടെ ഈ മെറ്റലിന്റെ സാധാരണ മെറ്റൽ ഈ കണ്ടക്ടിവിറ്റി, അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇതൊന്നും അതിന്റെ സൈസിന് ഡിപ്പെൻഡ് ചെയ്യില്ല, അതൊരു ഷേപ്പിനുണ്ട്, മെറ്റലിന്റെ ഷേപ്പിനും ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ക്യൂബിക്കൽ ഷേപ്പ് എടുക്കുക. അപ്പോൾ എക്സിലും എൽ ലെങ്ത്, വൈയിൽ എൽ ലെങ്ത്, സെഡിൽ എൽ ലെങ്ത്, ആ ഷേപ്പിലൊരു ക്യൂബിക്കൽ മെറ്റൽ എടുക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ if you use periodic boundary condition, so this is introduced by the Born and von Karman. അപ്പോൾ ഈ പീരിയോഡിക് ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കെ എക്സിനും കെ വൈക്കും കെ സെഡിനും റെസ്ട്രിക്ഷൻ വരും. കെ എക്സ് ആൻഡ് കെ വൈ ആൻഡ് കെ സെഡ് വുഡ് ബിക്കം ഡിസ്ക്രീറ്റ് അല്ലേ? കാരണം ഈ സൈ ഓഫ് എക്സ് പ്ലസ് എല്ലിലേക്ക് സൈ ഓഫ് എക്സ് കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി ഇ റേസ് ടു ഐ കെ എക്സ് ടൈംസ് എൽ 1 ആയിരിക്കണം. അങ്ങനെ കിട്ടണമെങ്കിൽ കെ എക്സ് എന്തായിരിക്കണം? കെ എക്സ് ഷുഡ് ബി multiple of 2 pi by L. The kx should be multiple of 2 pi by L. So this boundary condition implies that kx is multiple of 2 pi by L and ky is again a multiple of 2 pi by L and kz is again multiple of 2 pi by L. Okay. Now ഒരു സെറ്റ് kx ky kz, ഒരു സെറ്റ് kx ky kz implies one energy level. So because what is the energy? Energy is, according to this expression, the energy is h bar square k square by 2. And what is k square? Kx square plus ky square plus kz square divided by 2m. So a set of kx ky kz gives one energy level. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം, ഈ കെ എക്സ് കെ വൈ കെ സെഡ് ഡിസ്ക്രീറ്റ് ആണെന്നുകൊണ്ട് തന്നെ എനർജി ലെവൽസും ഡിസ്ക്രീറ്റഡ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എനർജി ലെവൽസിന്
നമുക്ക് ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. I think you can follow it. Okay. So first we can start with a two-dimensional metal. Two-dimensional metal. But two-dimensional metal ആകുമ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ആകെ kx ഉം ky ഉണ്ടോ. തൽക്കാലം kz 0 സെറ്റ് ചെയ്യാം. There is no z direction, just xy direction മാത്രമേ ഉള്ളൂ. അപ്പോൾ എനർജി is equal to h bar square by 2m kx square plus ky square എന്ന് എഴുതാം. Okay. And what is kx? Kx in the possible value എന്താണ്? Nx times 2 pi by l. And what is nx? What is nx, ny, nz? This nx, ny, nz can take value 0, plus or minus 1, plus or minus 2, etc. Okay, അപ്പോൾ അങ്ങനെ kx ന്റെ പോസിബിൾ വാല്യൂസ് 0 വരാം, 2 pi by l വരാം, 4 pi by l, 6 pi by l, and so on. അതുപോലെ തന്നെ minus 2 pi by l, minus 4 pi by l, minus 6 pi by l, so on. Similarly, ky, 2 pi by l, 4 pi by l, minus 2 pi by l, minus 4 pi by l, so on. Okay. Now, നമുക്ക് ഓരോ പോസിബിൾ kx, ky സെറ്റ് എടുക്കാം. Now, these red points represent the possible values for the set kx, ky. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ all these red points represent possible energy levels. അല്ലേ? കാരണം എനർജി is h bar square by 2m kx square plus ky square ആണ്. So a set kx, ky represent an energy level. So each this red color point represent possible energy level. ഇതുവരെയുള്ള ആർഗ്യുമെന്റ് ക്ലിയർ അല്ലെങ്കിൽ എന്ന് പറയാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിലും ചോദിക്കാം. പെട്ടെന്ന് റജി റംസാൻ ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ? അനുശ്രീ കെ, അനുശ്രീ ക്ലാസ്സിലുണ്ടോ? അനുശ്രീ കെ, കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ ക്ലാസ്സിലുണ്ടോ? ആൽബിൻ ജോസ്, അല്ല എബിൻ ജോസ്, സോറി എബിൻ ജോസ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആരാണ് ചോദിക്കുന്നത്? ട്രീസ. ട്രീസ ചോദിക്കാം. സാർ kx സ്ക്വയർ ആണോ നമ്മളിപ്പോ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണം, അല്ലെങ്കിൽ kx ആണോ ഗ്രാഫ്? ഗ്രാഫിൽ kx ഉം ky ഉം. അപ്പൊ kxന്റെ പോസിബിൾ വാല്യൂസ് 2 pi by l ന്റെ മൾട്ടിപ്പിൾ ആകാം, kyന്റെ പോസിബിൾ വാല്യൂസ് 2 pi by l ന്റെ മൾട്ടിപ്പിൾ ആകാം. എനർജിയുടെ ഇക്വേഷനിൽ പക്ഷേ kx സ്ക്വയറും ky സ്ക്വയറും അല്ലേ കൊടുക്കണ്ട? kx സ്ക്വയറും ky സ്ക്വയറും തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ എനർജി എന്തിന്റെ ഫംഗ്ഷൻ ആണ്? kx ഉം ky ന്റെ ഫംഗ്ഷൻ അല്ലേ? kx സ്ക്വയർ ആണെങ്കിലും ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് kx അല്ലേ? സോ അപ്പൊ എനർജി നോക്കുമ്പോൾ kx സ്ക്വയർ പ്ലസ് ky സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് kx, ky കൂടെ. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് kx, ky, ഇപ്പൊ ഉദാഹരണത്തിന് kxന്റെ വാല്യൂ 2 pi by l, kyന്റെ വാല്യൂ 4 pi by l. There is a one possible set for kx, ky that corresponding to one energy. അത് ഒരു എനർജി ലെവലിനെ ഫിക്സ് ചെയ്യില്ലേ, സോറി ഒരു എനർജി ലെവലിനെ റെപ്രസെന്റ് ചെയ്യില്ലേ?
അപ്പൊ ജസ്റ്റ് അവിടെ ഡിസ്ക്രീറ്റ് വാല്യൂ ആകുന്ന മാത്രമേ നമ്മളോട് പറയണല്ലേ, അല്ലാതെ കാരണം KXും KYയും എല്ലാ വാല്യൂസ് പോസിബിൾ അല്ല. KX KYക്ക് ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനർജിക്കും എന്ത് മാത്രമേ പോസിബിൾ ഉള്ളൂ? ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ എനർജിക്കും പോസിബിൾ ഉള്ളൂ. അപ്പൊ ഇത് എനർജി അല്ല ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. I have just plotted the possible values for KX and KY, but that represent, അതിന് നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് എന്ത് പറയാം, that also represent the possible energy levels. ഇപ്പൊ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, പല KX KY സെറ്റിനും ഒരേ എനർജി വരാം, അത് പോസിബിൾ ആണ്. ഓക്കെ, ട്രിസിന്റെ ചോദ്യം അതായിരുന്നു. കാരണം ഇതിപ്പോ ഒരു പോയിന്റ് ചിലപ്പോൾ 2 പോയിന്റിനും ഒരേ എനർജി വരാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു KX KYന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തതിനാൽ 2 പോയിന്റ്, ഉദാഹരണത്തിന് KXന്റെ വാല്യൂ 2π/L, KY 0. അപ്പൊ ഈ ഒരു പോയിന്റ് എടുത്തിരിക്കട്ടെ, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റിനും ഒരേ എനർജിയാണ് അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു പോയിന്റും അതേ എനർജിയാണ്. അപ്പൊ ഡിഫറെന്റ് പോയിന്റ്സിനും അതേ എനർജീസ് വരാം, അത് പ്രശ്നമില്ല. ബട്ട് ദറ്റ് ഈസ് എ പോസിബിൾ എനർജി ലെവൽ. മനസ്സിലായി സർ. ഓക്കെ, ഇതുവരെയുള്ള ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ട്രിസ പറഞ്ഞ പോയിന്റ് ആണ്. സോ ദിസ് ഈസ് എനർജി എന്ന് പറയുന്നത് KX² + KY² ഡിപെൻഡന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ ഈ ഗ്രാഫിൽ നമ്മൾ എങ്ങനെ വരക്കും? ഈ ഗ്രാഫിൽ നമുക്കൊരു we can connect all points with the same energy levels. ഒരേ എനർജി ലെവൽ എല്ലാ പോയിന്റിനും വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? സോ വാട്ട് വുഡ് ബി the shape of trajectory or the collection of points with the same energy level? So to connect points with same energy levels in points on the connect ചെയ്താൽ എങ്ങനെയുണ്ട്? അപ്പോൾ എനർജി ലെവൽസ് E is equal to h²/2m KX² plus KY² ആണ്. അപ്പോൾ സെയിം എനർജി മീൻസ് KX² plus KY² equal to കോൺസ്റ്റന്റ് വരും അല്ലേ? അപ്പോൾ KX² plus KY² equal to a constant that is corresponding to points with same energy. ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? എനർജി എന്ന് പറയുന്നത് h²/2m KX² plus KY² ആണ്. അപ്പൊ സെയിം എനർജി എന്ന് പറയുമ്പോൾ KX² plus means if you are going to find the different KX KY value with the same energy, അങ്ങനെയാണെങ്കിൽ KX² plus KY² എന്തായിരിക്കണം? ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കണം, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. KX² plus KY² equal to constant. ഇതിന് if you connect the points which satisfying this condition, നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുക? ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? സർക്കിൾ. Is the equation of circle in KX KY ഗ്രാഫ് അല്ലേ? ഇപ്പൊ KX KY ഗ്രാഫില് സർക്കിൾ ആണ് KX² plus KY² equal to constant. അപ്പൊ നമ്മളിപ്പോ സാധാരണ നമ്മൾ ഇക്വേഷൻ സർക്കിളിന്റെ ഇക്വേഷൻ അത് x² plus y² equal to r² ആണ്. ദാറ്റ് ഈസ് ഇൻ XY ഗ്രാഫ്. ഇപ്പൊ XYയിലാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ the circle is x² plus y² equal to r². But this is in KX KY graph. or KX KY ഗ്രാഫിൽ KX² plus KY² will be a circle. അപ്പൊ അങ്ങനെയാണെങ്കിൽ if you draw a circle, so this circle corresponding to a fixed energy. അപ്പോൾ ആ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ഞാൻ തൽക്കാലം ഞാൻ K എന്ന് വിളിക്കാം. ഓക്കെ, സോ ദിസ് സർക്കിൾ കറസ്പോണ്ടിങ് ടു സം എനർജി ലെവൽ E and the corresponding radius ഞാൻ തൽക്കാലം K എന്ന് ഡിനോട്ട് ചെയ്യുന്നു. where K is KX² plus √KX² plus KY². ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇപ്പൊ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞത് ഈ ഇതിന്റെ ഉള്ളിലുള്ള പോയിന്റുകൾ ഓരോ പോസിബിൾ എനർജി ലെവൽസ് ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു സ്ക്വയർ നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കട്ടെ. ഇപ്പൊ ഇതിന്റെ സൈഡുകൾ എന്താ വരാം? ഒരു സൈഡ് 2π/L,
മറ്റേ സൈഡും 2π/L ആണ് വരാം. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഉള്ളിൽ എത്ര പോയിന്റ്സ് അവൈലബിൾ ആണ്? സോ വാട്ട് ഈസ് ദി ഈക്വലന്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻസൈഡ് ദിസ് സ്ക്വയർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ ഈ സ്ക്വയറിൽ 4 കോർണർ ഉണ്ട്, 4 കോർണറിലും പോയിന്റ് ഉണ്ട്. Then can you say that what is the total number of points contributing inside this square? ഈ സ്ക്വയറിനുള്ളിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പറയാം? 1 എന്ന് പറയോ, 4 എന്ന് പറയോ, 2 എന്ന് പറയോ, 3 എന്ന് പറയോ? 4 ഓപ്ഷൻസ്. 4. ഓക്കെ. 1 എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതൊന്ന് കുറച്ചും കൂടി ക്ലിയർ ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള മറ്റ് സ്ക്വയറുകൾ കൂടി, അതിന്റെ അഡ്ജസ്റ്റന്റ് സ്ക്വയറുകൾ കൂടി കൺസിഡർ ചെയ്യാം. ഈ അഡ്ജസ്റ്റന്റ് സ്ക്വയറുകൾ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഇപ്പൊ ഈ ഒരു പോയിന്റ് എടുത്തില്ലേ, ഈ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും 4 സ്ക്വയർ ആയിട്ട് ഷെയറബിൾ ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ദിസ് സിംഗിൾ പോയിന്റ് ടു ദിസ് പെർട്ടിക്കുലർ സ്ക്വയർ? എത്ര അതിന്റെ കോൺട്രിബ്യൂഷൻ വരാം? 1/4. അപ്പൊ 4 കോർണർ ഉണ്ട്, അപ്പൊ ടോട്ടൽ എത്രയും കോൺട്രിബ്യൂഷൻ വരാം? 1. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 2π/L സൈഡിലൊരു സ്ക്വയറിന്റെ ഉള്ളിൽ there is only one point. All these points corresponding to an energy level. അപ്പൊ the 2π/L സ്ക്വയറുള്ള ഒരു ഏരിയന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഈക്വലന്റ്ലി എത്ര എനർജി ലെവലേ ഉള്ളൂ? ഒരു എനർജി ലെവലേ ഉള്ളൂ. ഓക്കെ ആണോ? സോ നമ്പർ ഓഫ് എനർജി ലെവൽ within area 2π/L square, that is equal to 1. ഇപ്പൊ 2π/L സ്ക്വയറിന്റെ ഉള്ളിൽ എത്ര എനർജി ലെവൽസ് ആണ് നമുക്ക് കിട്ടുക? ഒരു എനർജി ലെവലാണ് നമുക്ക് കിട്ടുക. കാരണം ഒരു പോയിന്റ് ആണ്, ഈക്വലന്റ്ലി ഒരു പോയിന്റ് മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. സോ യു വിൽ ഗെറ്റ് ഓൺലി 1 എനർജി ലെവൽ. ഈ ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? വേണമെങ്കിൽ 2-dimensional case space വിളിക്കാം. If you look at 2-dimensional case space, the 2π/L square area contributes 1 energy level. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ രീതിയിൽ പറയാം, the area required to occupy 1 energy level is 2π/L the whole square. Is this step clear? Clear answer. Okay. അപ്പൊ അങ്ങനെയെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സോ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് എനർജി ലെവൽ വിത്തിൻ എനർജി ഇ. എനർജി ഇന്റെ ഉള്ളിൽ എത്ര എനർജി ലെവൽ? ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഈ എനർജി ലെവലാണ്. സോ ക്യാൻ യു ഫൈൻഡ് ഔട്ട് number of energy levels within energy E? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? നമ്പർ ഓഫ് എനർജി വിത്തിൻ എനർജി. എനർജി ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിനാണ് കെ എന്ന് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, എനർജി ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസിനാണ് കെ എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഒരു സർക്കിൾ ആണ്, എനർജി ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ്, റേഡിയസ് ഒക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇ എന്ന് പറഞ്ഞ എനർജി ലെവലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ സർക്കിളിന്റെ ഉള്ളിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് കണ്ടെത്തണം. അതെങ്ങനെയാ കണ്ടെത്താം? ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് കെ ഡിവൈഡഡ് ബൈ ഏരിയ required to occupy 1 energy level. ഇങ്ങനെ ചെയ്യൂടെ നമുക്ക്? ആ മൊത്തം
ആ കെ റേഡിയസിലെ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനുശേഷം ഒരു പോയിന്റ്, ഒരു എനർജി ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര ഏരിയ, ഒരു പോയിന്റ് നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര ഏരിയ വേണം നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 2π/² ആണ്. അപ്പൊ അങ്ങനെ ആ 2π/² ടോട്ടൽ ഏരിയനെ കൊണ്ട് ടോട്ടൽ ഏരിയ ആയി 2π/² കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? The total number of points inside the circle. The total number of points inside the circle is equal to total number of energy levels within energy E. Is that clear? Clear ആണോ? Okay, sir. Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് കെ എങ്ങനെ എഴുതും? πk² അല്ലേ, ഡിവൈഡഡ് ബൈ ഏരിയ റിക്വയർഡ് ടു ഓക്കുപൈ 1 എനർജി ലെവലോ 2π/L². So this just gives the number of energy levels within energy E. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കട്ടെ. Suppose if you want to find number of state within energy E. എനർജി ഇന്റെ ഉള്ളിലെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. എങ്ങനെ ചെയ്യാം? നമ്പർ ഓഫ് സ്റ്റേറ്റ് ഇതിനകത്ത് നമുക്ക് NS ഓഫ് ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ എനർജി ഇ. ഇപ്പൊ നമ്പർ ഓഫ് എനർജി ലെവൽസ് എങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടെത്തും? ഓരോ എനർജി ലെവലിൽ എത്ര സ്റ്റേറ്റ് പോസിബിൾ ആണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് ഇപ്പം കിട്ടിയ എക്സ്പ്രഷൻ ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ. സോ വാട്ട് ഈസ് ദ ആൻസർ? സോ ഇറ്റ് വുഡ് ബി 2 times πk² divided by 2π/L². So this is a procedure. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞ എനർജി ലെവലിനുള്ളിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. which is 2 into πk² divided by 2π/L². Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ my next question we can find the density of state. So this is one important thing, density of states. So density of state രണ്ട് രീതിയിൽ ഡിനോട്ട് ചെയ്യും. ഒന്ന് D of E. D of E density of D of E എന്ന് പറയുന്നത് the number of state available within unit energy interval. ഒരു യൂണിറ്റ് എനർജി ഇന്റർവെലിന്റെ ഉള്ളിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, dNs/dE. അതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. അപ്പം D of E ചെയ്യാൻ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടെത്തുന്ന എന്ത് ചെയ്യാൻ? നമ്മൾ നമ്പർ ഓഫ് സ്റ്റേറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ, അതിനെ വിത്ത് റെസ്പെക്ട് ടു എനർജിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പക്ഷെ അവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പം നമ്പർ ഓഫ് സ്റ്റേറ്റ് ഇപ്പം കിട്ടിയിരിക്കുന്നത് k² ടേംസിലാണ് അല്ലെ. നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് k². അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ എനർജിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? സോറി, എനർജിനെ കൊണ്ട് എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാം? ഡയറക്റ്റ് പോസിബിൾ അല്ല. യു ഹാവ് ടു നോ ദ റിലേഷൻ ബിറ്റ്വീൻ k ആൻഡ് E. അപ്പൊ ഇത് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു നോ relation between K and E. ഈ കെയും ഇയും തമ്മിൽ റിലേഷൻ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ റിലേഷൻ. അപ്പൊ ഫ്രീ ഇലക്ട്രോൺ തിയറിയിലെ ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത് E is equal to h² k²/2m ആണ്. ഓക്കെ. സോ ദിസ് ഈസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ തിയറി. പക്ഷെ മറ്റുള്ള തിയറികളിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റില്ല. സോ ഇൻ കേസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ തിയറി E is h² k²/2m. ഓക്കെ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം നമുക്ക് ഇതേ പ്രൊസീജിയർ നമുക്ക് ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ബൈൻഡിങ് അപ്രോക്സിമേഷൻസിലും ബാൻഡ് തിയറിയിലൊക്കെ നമുക്ക് ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എനർജിയും കെയും തമ്മിൽ റിലേഷൻ അവിടെ തരുന്ന റിലേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് പ്രോബ്ലം ചെയ്യുന്നേരം നോക്കാം. ഇപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നേരം നമ്മൾ ഈ സോമർഫെൽഡ് മോഡൽ മാത്രമല്ല മറ്റുള്ള മോഡലുകൾ കൂടിയും ഇതേ ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യേണ്ടത്? ആദ്യം നമ്പർ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ്പ്രഷൻ കണ്ടെത്താം, അതിനെ വിത്ത് റെസ്പെക്ട് ടു എനർജിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു നോ ദ റിലേഷൻ ബിറ്റ്വീൻ കെ ആൻഡ് ഇ. അത് ഡിസ്പേർഷൻ റിലേഷൻ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാം. ഓക്കെ. അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ എനർജി ലെവൽ ഇ വരെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, എത്ര ഇലക്ട്രോൺസ് എനർജി ലെവൽ ഇ വരെ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും, അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ
occupied in or within energy level E. Energy level E വരെ എത്ര ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെ കണ്ടെത്താം? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സോ യു ഹാവ് ടു ജസ്റ്റ് അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ നോക്കാം. ഇ മുതൽ ഇ പ്ലസ് ഡി ഇ വരെ എത്ര ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡി എൻ ഇസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒക്കുപ്പൈഡ് ബിറ്റ്വീൻ ഇ ആൻഡ് ഇ പ്ലസ് ഡി ഇ. അതിന് വേണമെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻറ്റു എഫ് ഓഫ് ഇ ഇൻറ്റു ഡി ഇ എന്നത് അല്ലേ. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്നാണ് നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ യൂണിറ്റ് എനർജി ഇന്റർവൽ. അതിനെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് എനർജി ഇന്റർവെൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ occupied between E and E plus DE. അപ്പം അതിന് മൊത്തം ഇ വരെ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്ത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒക്കുപ്പൈഡ് വിത്തിൻ എനർജി ലെവൽ ഇ നമുക്ക് എൻ ഓഫ് ഇ എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇ ഡി ഓഫ് ഇ എഫ് ഓഫ് ഇ ഡി ഇ. ഓക്കെ അല്ലേ? അപ്പോൾ number of electron occupied within energy level E is integral 0 to E d of E f of E d E. And total electron കണ്ടെത്തണമെങ്കിലോ so this is the electron occupied within energy level E. The total number of electron in metal എങ്ങനെ കണ്ടെത്തും? So total number of electron in metal എന്ന് പറഞ്ഞാൽ just integrate ചെയ്യാം from 0 to the maximum possible energy level infinity ആണ് d of E f of E d എന്നത്. ഓക്കെ അല്ലേ? Now ഇതിനെ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to E f d of E f of E d E plus integral E f to infinity d of E f of E d E. ഓക്കെ, നമുക്കറിയുന്ന കാര്യം മെറ്റലിന്റെ കേസിൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചൂസ് ടെമ്പറേച്ചർ T ഈക്വൽ ടു 0 കെൽവിൻ. 0 കെൽവിൻ ടെമ്പറേച്ചർ ചൂസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് വാല്യൂ ഓഫ് എഫ് ഓഫ് ഇ ബിറ്റ്വീൻ 0 ടു ഇ എഫ്? ഫെർമി ലെവൽ വരെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് ഇന്റെ വാല്യൂ എന്താണ് അറ്റ് 0 കെൽവിൻ? 0 to E 1. Okay, so this will become d of E d എന്നത്. മറ്റേ ടേം എന്താ ഇപ്പോ? 0 ഇപ്പോ. ഓക്കെ, ഇപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന് വിത്ത് റെസ്പെക്ട് ടു എനർജി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന് dns/d ആണ്. അപ്പൊ ഇത് ശരിക്കും എന്താ കിട്ടുന്നത്? ഇഫ് യു ഇന്റഗ്രേറ്റ് ദിസ് വിൽ ഗെറ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി എനർജി അല്ലേ? So total number of electron നമുക്ക് എന്ത് കിട്ടും? Total number of electron is nothing but the total number of state within Fermi energy എന്ന് കിട്ടും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ്. The total number of electrons occupied or available in the metal is simply equal to the total number of states available within Fermi energy. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ എനിക്കൊന്ന് കുറച്ച് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ ഒരു കാര്യം. There is number of state available below Fermi level equal to number of electron in metal. The same thing we have proved here. The total number of electron is the total number of states available within Fermi energy. ഹലോ, ഇത് 0 കെൽവിനിൽ മാത്രമല്ലേ പറ്റൂ? 0 കെൽവിനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹയർ ടെമ്പറേച്ചറിൽ ഇത് പറ്റില്ലല്ലോ. ഹയർ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടില്ല. ഓക്കെ, പക്ഷേ ബേസിക്കലി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്ത് സാധനം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ലല്ലോ. അല്ല, പക്ഷെ ഇ എഫിന്റെ മുകളിലും ഉണ്ടാവല്ലോ. അപ്പോ ഈ ഇന്റഗ്രല് ഇ എഫിന്റെ മുകളിലും ഉണ്ടാവും. പക്ഷെ അന്നേരം നിങ്ങളുടെ ഫൈനലി എക്സ്പ്രഷൻ എന്ത് തന്നെയാ വരാം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ ഫെർമി ലെവൽ തന്നെയാണ് വരാം. അതിൽ വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഡെറിവേഷൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റില്ല.
പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് മെറ്റലിന്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ആ ടെമ്പറേച്ചർ കൂടുന്നേരം മാറുന്നില്ല. മറിച്ച് അത് സെമി കണ്ടക്ടർ അതുപോലെ തന്നെ മറ്റുള്ള കേസുകളൊക്കെ ആകുന്നേരം സെമി കണ്ടക്ടറിലും ഇൻസുലേറ്ററിലും ടെമ്പറേച്ചർ മാറുന്നില്ല. ഇപ്പോൾ ഇൻസുലേറ്റർ ടെമ്പറേച്ചർ മാറുന്നേരം വേരിയേഷൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. സെമി കണ്ടക്ടറിലും മാറ്റം വരും. ടെമ്പറേച്ചർ കൂടുന്നേരം നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൽ വ്യത്യാസം വരും. പക്ഷേ മെറ്റൽസിന്റെ കേസിൽ അത് ഫിക്സ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് വെദർ യു യൂസ് ഡൺ ഇറ്റ് ഫോർ ടി നോട്ട് ഈക്വൽ ടു 0 കെൽവിൻ ഓൾസോ നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത്? NS ഓഫ് EF തന്നെയാണ് കിട്ടേണ്ടത്. തന്നെയാണ് കിട്ടുക. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ നേരത്തെ ഗ്രാഫിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോവാം. നേരത്തെ നമ്മൾ 2 ഡയമെൻഷൻ കേസ് എടുത്ത് KX KY. ഇതിൽ നമുക്ക് പോസിബിൾ എനർജി ലെവൽസ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടെത്തുന്ന നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതി? ഫെർമി ലെവലിന്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കണ്ടെത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് തൽക്കാലം ഫെർമി ലെവൽ EF എഴുതട്ടെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K വാല്യൂ KF തൽക്കാലം ഡിനോട്ട് ചെയ്യാം. ദിസ് KF ഈസ് കോൾഡ് ഫെർമി വെക്ടർ. ഫ്രീ ഇലക്ട്രോൺ തിയറിയിൽ ദ ഫെർമി എനർജി ഈസ് ഈക്വൽ ടു h bar സ്ക്വയർ KF സ്ക്വയർ ബൈ 2m. അപ്പോൾ എനർജി ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് വെക്ടർ നമ്മൾ K എന്ന് ഡിനോട്ട് ചെയ്യും. ഫെർമി എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള KF എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് KF ഈസ് കോൾഡ് ഫെർമി വെക്ടർ. ഓക്കെ. അപ്പം അങ്ങനെ അഗെയിൻ നമുക്ക് ഈ ഒരു KX KY ഇതിൽ നമുക്ക് ഈ ഫെർമി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിൾ വരച്ചൂടെ? സോ ഇൻ കേസ് ഓഫ് 2 dimensional the locus of point with the same energy will lie in the circle. അപ്പോൾ ഫെർമി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു സർക്കിൾ വരക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാം. ഓക്കെ. സോ സപ്പോസ് ദിസ് ഇസ് കറസ്പോണ്ടിങ് ടു ഫെർമി ലെവൽ. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് റേഡിയസിനാണ് തൽക്കാലം KF എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി ലെവൽ ബൈ ഡെഫിനേഷൻ എന്തായിരിക്കും? ഇതിനുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ് ഫെർമി സർക്കിളിന്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് അതെങ്ങനെ കൗണ്ട് ചെയ്യും? ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ പൈ KF സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ റിക്വയർഡ് ടു ഓക്യുപ്പൈ 1 point 2 pi by L സ്ക്വയർ. പിന്നെ ഇതിനെ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമുണ്ടോ ഇവിടെ? 2 ബിക്കോസ് ഓരോ എനർജി ലെവലിലും 2 സ്റ്റേറ്റ് പോസിബിൾ ആണ്, സ്പിൻ ഡീജനറസി ആണ്. സോ ദിസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ദി ഫെർമി ലെവൽ. അതെന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഇൻവേരിയബിളി ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ആയിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു മുകളിൽ ഒരു 2 പോയിന്റ് താഴത്തെ 2 പോയിന്റ് L സ്ക്വയർ മുകളിൽ വരും. ഇപ്പോൾ L സ്ക്വയർ ബൈ 2 pi ടൈംസ് KF സ്ക്വയർ എന്ന് വരും അല്ലേ? അപ്പൊ ഈ N ബൈ L സ്ക്വയർ ഈസ് ഈക്വൽ ടു KF സ്ക്വയർ ബൈ 2 pi എന്ന് എഴുതാം. Now this N by L square ഇതിന് വേണമെങ്കിൽ നമ്പർ ഡെൻസിറ്റി എഴുതണം. ബിക്കോസ് ദ പ്രോബ്ലം ഈസ് a 2-dimensional metal. അപ്പോൾ 2-dimensional മെറ്റലിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ ഏരിയ ഗിവ്സ് ദ നമ്പർ ഡെൻസിറ്റി. അപ്പോൾ ഇതിന് നമുക്ക് സ്മോൾ n എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. സോ സ്മോൾ n ഈസ് ഈക്വൽ ടു 1 by 2 pi KF സ്ക്വയർ. KF സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? How can we write KF square in terms of energy? So this KF square can be written as 2m EF by h bar square. അപ്പോൾ നമ്പർ ഡെൻസിറ്റി എങ്ങനെ വരും? 2 കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ m EF by pi h bar square എന്ന് കിട്ടും. So this is the number density. Number density and Fermi energy number relation. So in case of 2-dimensional metal, the number density and Fermi level are directly proportional, linearly proportional.
ഇനിയിപ്പം ഇതേ കേസിൽ നിങ്ങളുടെ നമ്പർ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടെത്താൻ വേണ്ടി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആദ്യം നമ്പർ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? I will consider a circle corresponding to some arbitrary energy E and corresponding radius തൽക്കാലം K എന്ന് denote ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി സർഫസ് അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. അത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞെങ്കിൽ ഒരു ആർബിട്രറി എനർജി ഈ ഉപയോഗിച്ച് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം if you want to find density of state, we have to find dns by de. അപ്പൊ നിങ്ങൾക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് കിട്ടുന്നത്. നമുക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി ലെവൽ അല്ല വേണ്ടത്, നമ്പർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇനി ആർബിട്രറി എനർജി ഇ ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തിയിട്ട് അതിന് വിത്ത് റെസ്പെക്ട് ടു എനർജിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കിട്ടും. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണും ഫെർമി ലെവലും കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് അവൈലബിൾ വിത്തിൻ ദി ഫെർമി ലെവൽ. അപ്പൊ ഈ നമ്മൾ ഈ മൊത്തം ഡിസ്കഷൻ ഇപ്പം ചെയ്തിരിക്കുന്നത് 2 ഡയമെൻഷൻ പ്രോബ്ലത്തിലാണ്. ഓക്കെ, 2 ഡയമെൻഷനാണ് ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ വേറെ 2 പോസിബിലിറ്റി 3 ഡയമെൻഷൻ വരാം, അതുപോലെ തന്നെ 1 ഡയമെൻഷൻ വരാം. അപ്പൊ 3 ഡയമെൻഷനിലേക്ക് എങ്ങനെയുണ്ടാവും? അപ്പൊ 3 ഡയമെൻഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ സിറ്റുവേഷൻ കെ എക്സ്, കെ വൈ, കെ സെഡ്. അപ്പൊ ഇതിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, അപ്പൊ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ നേരത്തെ തന്നെ വ്യത്യാസമുണ്ട്. മീൻസ് ഒരു എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് E equal to h bar square by 2m kx square plus ky square plus kz square ആണ് വരുന്നത് അല്ലേ? So what is the shape of collection of point with the same energy? Corresponding to എന്ത് ഷേപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാം? സർക്കിൾ ആണോ, സ്ഫിയർ ആണോ, അല്ലെങ്കിൽ സ്ക്വയർ ആണോ? സെയിം എനർജി E fixed means kx square plus ky square plus kz square fixed, and that corresponding to equation of a sphere. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഫിയർ ആണ് കിട്ടുക. So sphere with some radius k. Energy E corresponding ആയിട്ട് you will get a sphere with radius k. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സ്ക്വയർ കണ്ടെത്തിയ പോലെ ഇവിടെ ക്യൂബ് ആയിരിക്കും നിങ്ങൾക്ക് അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വോളിയം വേണ്ടി വരും? ഇപ്പൊ നേരത്തെ നമ്മുടെ ഏരിയ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് ഓക്യുപ്പൈ ചെയ്യണമെങ്കിൽ എത്ര വോളിയം വേണം? അല്ലെങ്കിൽ ഈ ഒരു ക്യൂബിന്റെ ഉള്ളിൽ എത്ര പോയിന്റ്സ് ആണ് ഉണ്ടാവുക? അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് കണക്ട് ചെയ്യാൻ ഒരു ക്യൂബ് കിട്ടും അല്ലേ? ഇവിടെ കെ വൈന്റെ പോസിബിൾ വാല്യൂസ്, കെ എക്സിന്റെ പോസിബിൾ വാല്യൂസ്, കെ എസിന്റെ പോസിബിൾ വാല്യൂസ്. അപ്പോൾ ഒരു പോയിന്റ് എടുക്കുക, അതിന്റെ അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് നമ്മൾ കണക്ട് ചെയ്യാം. അഡ്ജസ്റ്റന്റ് പോയിന്റ്സ് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ക്യൂബാണ് കിട്ടുക. Now what is the total number of points within one cube? In one cube of side 2 pi by L. എത്രയാണ് വരാം? ഈ ക്യൂബ് നോക്കിയാൽ ഓരോ ക്യൂബിന്റെയും കോർണറിൽ പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പണ്ട് ചിലപ്പോൾ സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് ഡിഗ്രിയിലൊക്കെ, ഓർമ്മ ഉണ്ടോ? ക്യൂബിന്റെ കോർണറിൽ മാത്രം പോയിന്റ്സുകൾ. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിന്റെ ഇപ്പോൾ അഡ്ജസ്റ്റന്റ് ക്യൂബ് വരയ്ക്കുമ്പോൾ സോ ദിസ് വൺ കോർണർ ഇസ് ആക്ച്വലി ഷെയറിംഗ് വിത്ത് എത്ര? ഒരു കോർണർ 8 ക്യൂബുകളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആണെങ്കിൽ the contribution of one corner to one of the cube is only 1/8. അപ്പോൾ 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ 8 into 1/8. അപ്പോൾ ടോട്ടൽ 1 ആണ് കോൺട്രിബ്യൂഷൻ വരെ. So number of points in one cube of side 2 pi by L is 1. അപ്പോൾ അല്ലെങ്കിൽ നേരെ തിരിച്ചു നോക്കിയാൽ what is the volume required to occupy one point?
വോളിയം ടു ഓക്കുപ്പൈ 1 പോയിന്റ് എത്ര വരും? പറഞ്ഞോളൂ. 2π/L all cube. ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ഏരിയ എന്ന് പറഞ്ഞത് അല്ലെ, 2 ഡയമെൻഷന്റെ കേസിൽ ഏരിയ റിക്വയർഡ് ടു ഓക്കുപ്പൈ 1 പോയിന്റ് ആണ് പറഞ്ഞത്. സോ ഇൻ കേസ് ഓഫ് 2 ഡയമെൻഷൻ we have said that the area to occupy 1 point it is 2π/L the whole square. In case of 3 dimension it is volume to occupy 1 point which is 2π/L all cube. In 1 dimension ആകുമ്പോഴോ 1 dimension നമ്മൾ എന്ത് പറയും? ഏരിയ ആണോ വോളിയം ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും? ആരെങ്കിലും പറയൂ. ഇതിന് 1 ഡയമെൻഷൻ തൽക്കാലം kx മാത്രം, ഒറിജിൻ 2π/L 4π/L -2π/L -4π/L ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾക്ക് രണ്ട് അഡ്ജസന്റ് പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്യാം. ഇപ്പൊ 2π/L ലെങ്ത്തിൽ 2 പോയിന്റ് ഉണ്ട്. ഓക്കെ, ബട്ട് വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് വിത്തിൻ ദിസ് ലൈൻ? കാരണം ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കും ഷെയർഡ് ആണ്, ഇങ്ങോട്ടേക്കും ഷെയർഡ് ആണ്, ഇത് ഇപ്പുറത്തേക്കും ഷെയർഡ് ആണ്. So the length required to occupy 1 point എത്ര വരും? Length required to occupy 1 point which is 2π/L. ഇപ്പൊ നമ്മൾ 2 ഡയമെൻഷൻ ആണ്. ഇപ്പൊ 2 ഡയമെൻഷൻ നമുക്ക് 3D കൊണ്ടുപോവാം, 1D കൊണ്ടുപോവാം. അതുപോലെ തന്നെ ഇപ്പം 2 ഡയമെൻഷന്റെ കേസിൽ the locus of point with the same energy adanda is a circle. Locus of points with the same energy is a circle. What is the locus of point with the same energy is a sphere. 1 dimension case എന്തായിരിക്കും? 1 dimension case energy is equal to h bar square just kx square by 2m ആണ് വരാം. So that means kx equal to plus or minus 2me by h bar square അല്ലേ? Square root of 2me by h bar square. So that means there will be 2 points. You will be getting 2 points. So you will be getting 2 points with the same energy. Okay. 2 ഡയമെൻഷനിൽ ഒരുപാട് പോയിന്റ്സ് വരും, സർക്കിളിൽ ഒരുപാട് പോയിന്റ്സ് വരും. 3 ഡയമെൻഷനിൽ സ്ഫിയറിന്റെ മുകളിൽ ഒരുപാട് പോയിന്റ്സ് വരും, സെയിം എനർജി ഉള്ളത്. പക്ഷെ 1 ഡയമെൻഷനിൽ എന്ത് വരാം? യു വിൽ ബി ഗെറ്റിംഗ് ഓൺലി 2 പോയിന്റ്സ് ഓൺ ദ ബോത്ത് സൈഡ്സ് ഓഫ് ഒറിജിൻ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ്പ്രഷൻ എങ്ങനെ 2 ഡയമെൻഷനിൽ ചെയ്യാം? നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി ഇ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ റിക്വയർഡ് ടു ഓക്കുപ്പൈ 1 പോയിന്റ് ഇൻറ്റു 2 അല്ലേ? ഇതാണ് നമ്മൾ നേരത്തെ ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി ഇ. 3 ഡയമെൻഷനിൽ ഇതെങ്ങനെ ചെയ്യും? 3 ഡയമെൻഷൻ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി ഇ? എന്തായിരിക്കും ഏതാ? 2 ഇൻറ്റു ഇവിടെ സ്ഫിയർ അല്ലേ? ഇപ്പൊ സ്ഫിയർ വിത്ത് റേഡിയസ് കെ എടുക്കാം. ഇപ്പൊ സ്ഫിയർ വിത്ത് റേഡിയസ് കെ ആവുന്ന നേരം നമ്മുടെ എന്താ പറയാ, ഏരിയ ആണ് പറയാ, വോളിയം എന്നാണ് പറയാ, ലെങ്ത് എന്നാണ് പറയാ, എന്താണ് പറയാ? നമ്മളെന്ത് ചെയ്യും? കെ റേഡിയസിലെ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാം. അതിനെന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം?
ഒരു പോയിന്റ് നിൽക്കാൻ വേണ്ടിയിട്ട് എത്ര വോളിയം വേണം, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ സ്ഫിയറിന്റെ ഉള്ളിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇത് ചെയ്യേണ്ടത് 4/3 pi k cube. ഇതെന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സ്ഫിയർ വിത്ത് റേഡിയസ് k ഡിവൈഡഡ് ബൈ 2π/L ഓർ എന്ത് വരാം പവർ ക്യൂബ്. ഓക്കെ. ഇനി അവസാനത്തത് ലെങ്ത്തിന്റെ കേസ്, 1 ഡയമെൻഷന്റെ കേസ്. അപ്പൊ 1 ഡയമെൻഷന്റെ കേസിൽ അഗൈൻ 2 ഇൻറ്റു നമുക്ക് എന്തെടുക്കാൻ കഴിയും? +k മുതൽ -k വരെയാണ് ഇപ്പൊ ഇതും എന്ന് പറഞ്ഞ എനർജി കറസ്പോണ്ടിങ് ആണ്, ഇതും എന്ന് പറഞ്ഞ എനർജി കറസ്പോണ്ടിങ് ആണ്. അപ്പം ലെങ്ത് ഓഫ് ലൈൻ വിത്തിൻ എനർജി എനർജി ഇന്റെ ഉള്ളിൽ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഇവിടെ +k, ഇത് -k. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്ര വരാം? വി ക്യാൻ റൈറ്റ് 2k. ടോട്ടൽ ലെങ്ത് 2k ഡിവൈഡഡ് ബൈ the length required to occupy 1 point. That's 2π/L. So this is the expression for the number of state within energy E. Okay. Is that clear? ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, ഈ 3 കേസസിന്റെയും നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടെത്തി. ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാം, നമ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാം, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എനർജിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ കണ്ടെത്തണമെങ്കിലോ പല രീതിയിൽ ചെയ്യാം. ഏറ്റവും എളുപ്പം എന്താണ്? ജസ്റ്റ് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി ലെവൽ കണ്ട്. ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി കണ്ടെത്തിയിരിക്കട്ടെ. അപ്പൊ വിത്തിൻ ഫെർമി ലെവൽ വരെ എത്ര സ്റ്റേറ്റ് ഉണ്ട്, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇതിനെ ഇപ്പൊ 2 ഡയമെൻഷൻ ആണെങ്കിൽ ഇതിനെ 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഡെൻസിറ്റി കിട്ടും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടെത്താനുള്ള വേറൊരു ടെക്നിക്ക് ഇതാണ്. ഇന്റഗ്രൽ 0 to infinity d of E f of E dE ചെയ്താലും മതി. കാരണം നമുക്ക് അപ്പൊ എല്ലാത്തിനും ആധാരമായിട്ടുള്ളത് നമ്മുടെ ഈ നമ്പർ ഓഫ് സ്റ്റേറ്റ് കണ്ടെത്താനാണ്. സോ വൺസ് യു ഫൈൻഡ് the expression for number of state, all other things equally straight away follows. അതൊക്കെ എന്തും നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ വളരെ ജോമെട്രിക്കൽ ആയിട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ പല രീതിയിൽ ചെയ്യാം. സോ ദിസ് ഇസ് ജോമെട്രിക്കൽ അപ്രോച്ച്. കെ സ്പേസ് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ. ആൻഡ് ദിസ് വൺ ഓഫ് ദി സിമ്പിൾ അപ്രോച്ച്. അപ്പൊ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു കൗണ്ടിങ് അപ്രോച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ കെ സ്പേസ് ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യാണ്. 3 കേസസ്, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ. നമ്മൾ നോക്കുന്നത് ഒരു എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഏത് ഷേപ്പിലാണ് കെ സ്പേസിൽ നിൽക്കുന്നത് നോക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് പോയിന്റ്സിനെ കൗണ്ട് ചെയ്യും. അതിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കിട്ടും. ഓക്കെ. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ ഫെർമി ലെവലാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഈ നമ്പർ ഓഫ് സ്റ്റേറ്റിനെ വിത്ത് റെസ്പെക്ട് ടു എനർജിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സും കിട്ടും. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് സോമർഫെൽഡ് മോഡലിലെ കാര്യമായിട്ട് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നെ ഇനി അവസാനം 2 കാര്യങ്ങൾ കൂടി പറയണം. ഒന്ന് ഈ ഫെർമി കാര്യങ്ങൾ. ഇപ്പം ഫെർമി എനർജി പറഞ്ഞു. ഈ ഫെർമി എനർജി പോലെ തന്നെ ചിലപ്പം ഫെർമി വെക്ടർ എന്താണെന്ന് ചോദിക്കാം. അത് നമ്മൾ പറഞ്ഞ ഫെർമി വെക്ടർ എന്ന് പറഞ്ഞാൽ KF ആണ്. പിന്നെ ചോദിക്കാൻ സാധ്യത ഫെർമി വെലോസിറ്റി, ഫെർമി മൊമെന്റം, അതുപോലെ തന്നെ ഫെർമി ടെമ്പറേച്ചർ. ഇതൊക്കെ കുറച്ച് കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഫെർമി വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫെർമി വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഫെർമി എനർജി ഈസ് ഈക്വൽ ടു 12 mvf². ഓക്കെ. ഇനി ഫെർമി മൊമെന്റം PF ഈക്വൽ ടു ആണെങ്കിൽ നിങ്ങൾക്ക് h⁻kF എന്ന് എഴുതാം, അല്ലെങ്കിൽ pF²/2m എന്ന് എഴുതാം. അല്ലെങ്കിൽ ഫെർമി മൊമെന്റത്തിന് നമുക്ക് വേണമെങ്കിൽ m × vf എന്നും വേണമെങ്കിൽ എഴുതാം.
Fermi temperature, Fermi energy is equal to Boltzmann constant into Fermi temperature. Okay. അപ്പോൾ ബാക്കി എക്സ്പ്രഷനൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇത് ദിസ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഇ എഫ് ഇസ് കെ ബി ടൈംസ് ടി എഫ്. ഇനി അവസാനമായിട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. ഡിറൈവ് ഇൻ സ്പെസിഫിക് കപ്പാസിറ്റി ഇസ് I square by 2 n kb T by Tf net. So this is the correct expression for specific heat capacity. അപ്പോൾ അതിന് ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ if you plot f of E with respect to energy, the plot is like this. It is when temperature increases, only very few electron participates in the thermal excitation process. അപ്പോൾ എത്ര ഇലക്ട്രോൺസിനാണ് ഈ എനർജി ചേഞ്ച് ഉണ്ടാകാൻ നോക്കും. And that is corresponding to the change in internal energy divided by T. അതിനെ with respect to വോളിയത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ സി വി കണ്ടെത്തുന്നത്. So you have to find du by dt at constant volume. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് നേരത്തെ തന്നെ കഴിഞ്ഞ് കുറവാണ്. കാരണം ഈ ഫെർമി ടെമ്പറേച്ചറിൻ്റെ ക്വാണ്ടിറ്റി ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൂട്ട് മോഡൽ ചെയ്തതിനെ കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും ഈ വാല്യൂ വരുന്നത്. കാരണം ഫെർമി ടെമ്പറേച്ചർ ഏകദേശം 10,000 10⁻⁴ ടേംസിലൊക്കെയാണ് വരുന്നത് നോർമലി ഫോർ മെറ്റൽസ്. അതുകൊണ്ട് സോ ദിസ് സി വി വുഡ് ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദ സി വി ഇൻ സോമർഫെൽഡ് ഈസ് സ്മോൾ കമ്പയർഡ് ടു സി വി ഇൻ റൂട്ട്. ആൻഡ് ദറ്റ് ഈസ് എക്സ്പെരിമെന്റിൽ ഓക്കെ. കാരണം ഇലക്ട്രോണിന്റെ കോൺട്രിബ്യൂഷൻ കാരണം സ്പെസിഫിക് കപ്പാസിറ്റി വളരെ കുറവാണ്. ഓക്കെ. അപ്പം തൽക്കാലം നമുക്ക് ഡിസ്കഷൻ ഇവിടെ നിർത്താം. ഏകദേശം 1.5 മണിക്കൂർ നമുക്കില്ലായി. അപ്പം നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. മുമ്പേ സാറുണ്ടോ? സാർ നമുക്ക് സമയം കൊടുക്കുക ബ്രേക്ക്? ഒരു 11:50 കയറാം. ഓക്കെ. അപ്പോൾ ഞാൻ ലീവ് ചെയ്യാണ്. അപ്പോൾ 11:55 കയറാം. അപ്പം നിങ്ങളൊന്ന് നോക്ക്, ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നേരം ആ സമയത്ത് ചോദിച്ചാലും മതി. അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ.
മുബാഷറെ മുബാഷർ
ഓക്കെ, ഇപ്പോൾ ഏകദേശം 12 പേരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാൻ തോന്നും. ആളുകൾ കുറവാണ്. ബട്ട് ബെറ്റർ വി ക്യാൻ സ്റ്റാർട്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം സെറ്റിംഗാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പ് ഈ ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ചില പ്രോബ്ലംസൊക്കെ ഹോംവർക്കായി തന്നിരുന്നു, അത് കിട്ടിയിരുന്നു, ചെയ്യാൻ പറ്റിയിരുന്നു. റൂട്ട് മോഡൽ ഏതെങ്കിലും പ്രോബ്ലം ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യാൻ പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. 10th question ഒന്ന് പറഞ്ഞുതരാമോ? Okay. A magnetic field sensor based on Hall effect is to be fabricated by implanting arsenic into a silicon film of thickness 1 micrometer. The specification required a magnetic field sensitivity of 500 millivolt per Tesla at an excitation current of 1 milliampere. The implantation dose is to be adjusted such that the average current density of activation is. Okay, can I just rotate here? Okay. എല്ലാവരും കാണുന്നുണ്ടോ? Yes, sir. Okay. അപ്പം നമുക്ക് ഹോൾ എഫക്റ്റിന്റെ എക്സ്പ്രഷൻ അറിയാം. അത് ഹോൾ ഫീൽഡ് is given as -1 by NE JXBZ. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 500 മില്ലി വോൾട്ടാണ് ഹോൾ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ദി ഹോൾ ഫീൽഡ് നമുക്ക് വേണമെങ്കിൽ ഹോൾ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് എഴുതാം, which is equal to -1 by NE. JX കറണ്ടിന് വേണമെങ്കിൽ, കറണ്ട് ഡെൻസിറ്റിന് വേണമെങ്കിൽ കറണ്ട് ബൈ ഏരിയ എന്ന് എഴുതാം. തൽക്കാലം എല്ലാ സൈഡും എല്ലാം ഇരിക്കട്ടെ. ഓക്കെ, അപ്പം ഈ സൈഡിലോട്ടേക്ക് കറണ്ട് മൂവ് ചെയ്യാണ്. ഈ രണ്ട് സൈഡും L2 ആണെങ്കിൽ the current density is I by L2. ഇനി ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡ് is along this direction into the paper. മാഗ്നറ്റിക് ഫീൽഡ് ആക്കാം. into the paper. അപ്പോൾ ആണെങ്കിൽ ഹോൾ വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ട് ഹോൾ വോൾട്ടേജ് വരും. സോ ഹോൾ ഫീൽഡ് is equal to ഹോൾ വോൾട്ടേജ് ഡിവൈഡ് ബൈ ലെങ്ത്. ഇപ്പോൾ ഹോൾ വോൾട്ടേജ് പെർ ലെങ്ത് തന്നിട്ടുണ്ട് 500 മില്ലി വോൾട്ട് പെർ ടെസ്ല. അതുപോലെ തന്നെ കറണ്ട് 1 മില്ലി ആംപിയർ വന്നു. മാഗ്നറ്റിക് ഫീൽഡ് VH by sorry. This VH by B ആണ് വന്നിരിക്കുന്നത്. VH by B is 500 millivolt per Tesla. Okay, so VH by B equal to നമുക്ക് വേണമെങ്കിൽ equal to -1 by NE IX divided by L. ഇനി N കണ്ടുപിടിക്കണം. So N is equal to -IX by L divided by E VH by B എന്ന് വരും. ഇവിടെ L തന്നിട്ടുണ്ട്. L തന്നിട്ടുണ്ട്, തിക്നെസ് 1 മൈക്രോമീറ്റർ തന്നിട്ടുണ്ട്.
അപ്പോൾ കറണ്ട് 1 milliampere divided by length 1 micrometer, thickness 1 micrometer divided by E എത്രയാണെന്ന് കൊടുക്കുക, VH by B 500 millivolt per Tesla. അത് ചെയ്താൽ കിട്ടുമായിരിക്കും നമ്പർ അനുസരിച്ച്. അത് ചെയ്തായിരിക്കും. എത്ര കിട്ടിയത്? is equal to 1 milliampere 1 microampere. മൈക്രോ 10⁻⁻6 വരും, മില്ലി 10⁻3, അപ്പോൾ 10⁻3 മുകളിൽ വരും, ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻90, പിന്നെ 500 മില്ലി വാട്ട്. അപ്പോൾ 5 ഇൻറ്റു 10⁻⁻1 വരും. ഓക്കെ, സോ 10⁻4 10⁻90 5 ഇൻറ്റു 1.6 8 വരും. 1/8 എത്രയാ? I think 0.125 10⁻23. So 1.25 into 10⁻22. Answer ഉണ്ടോ? ഓപ്ഷൻ ബി. ജസ്റ്റ് ഈ ഹോൾ കോഎഫിഷ്യന്റ്, ഈ ഹോൾ എഫക്റ്റിന്റെ ഈ ഒരു എക്സ്പ്രഷൻ ആണ് അത്. സോ ബേസിക്കലി ക്വസ്റ്റ്യൻ സെമി കണ്ടക്ടറിന്റെ പ്രോബ്ലം ആണ്, ബട്ട് ദി സെയിം ഇക്വേഷൻ ഈസ് വാലിഡ് ദർ. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇതിൽ? ബാക്കിയെല്ലാം ക്ലിയർ ആണോ? ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തന്നിരുന്നോ? ഓർമ്മയില്ല. ക്വസ്റ്റ്യൻ അയച്ചു തന്നിരുന്നു, എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് അയച്ചിട്ടുണ്ടെങ്കിൽ പറയാം. മുബാഷിന് ഫോർവേഡ് ചെയ്തിരുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ? ഹലോ, പോയാ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ആ ക്വസ്റ്റ്യൻ കിട്ടിയോ നിങ്ങൾക്ക്? ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് സർ. ഓക്കെ, പോട്ടെ. അപ്പോൾ ബാക്കിയെല്ലാം ചെയ്ത് നോക്കിയോ? ഇപ്പോൾ ടോട്ടൽ 11 ക്വസ്റ്റ്യൻ റൂട്ട് മോഡലുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ചെയ്തിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കിയോ? ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഗേറ്റിനെ വെച്ച പ്രോബ്ലം ആണ്. ഗേറ്റ് 2010. For a 2-dimensional free electron gas at T equal to 0 Kelvin, the electron density n and Fermi vector kf are related by n ഉം kf ഉം തമ്മിലുള്ള റിലേഷൻ. 2-dimensional കേസ്. സിമ്പിളായിട്ട് കണ്ടെത്തിക്കൂടെ? 2-dimension എന്താണ് പ്രൊസീജിയർ? ഇപ്പോൾ 2-dimensional കേസിൽ നമുക്ക് ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ ഫോർമുലകളൊക്കെ ഒന്നും ബൈഹാർട്ട് പഠിക്കാതിരിക്കുക, പ്രൊസീജിയർ ഓർത്ത് വെക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ 2-dimensionൽ നമുക്ക് ഓർമ്മയുള്ള കാര്യം, in 2-dimension the surface corresponding to fixed energy, the constant energy would be in the shape of a circle. അപ്പോൾ അതുകൊണ്ട് തന്നെ the total number of states available within energy level E നമുക്ക് എങ്ങനെ എഴുതാം? ആരെങ്കിലും ഒന്ന് പറയുമോ? number of states available within energy level E, തൽക്കാലം corresponding radius k എന്നിരിക്കട്ടെ, where energy equal to h bar square k square by 2m, energy E corresponding radius k. So number of states within energy E നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും?
ഓർക്കുന്നുണ്ടോ എങ്ങനെ ചെയ്തത്? ഈക്വൽ ടു ആരെങ്കിലും ഒരാൾ പറയും. എന്താ ചെയ്യേണ്ടത്? ഐ ഹാവ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻസൈഡ് ദി സർക്കിൾ അല്ലെ. നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻസൈഡ് ദി സർക്കിൾ എങ്ങനെ കണ്ടെത്തും? ഇനിയോ ആരെങ്കിലും പറയും? ഏരിയ വിത്തിൻ ദ റേഡിയസ് കെ അല്ലെ. ആ റേഡിയസ് കെന്റെ അല്ലെങ്കിൽ ആ സർക്കിളിന്റെ ഏരിയ കണ്ടെത്താം. പൈ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ റിക്വയർഡ് ടു ഓക്കുപ്പൈ 1 പോയിന്റ് 2 ഡയമെൻഷൻ. ഇതിനെന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ബിക്കോസ് സ്പിൻ ഡീജനറസി ആണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇതാണ് നമ്പർ ഓഫ് സ്റ്റേജ് വിത്തിൻ എനർജി ലെവൽ ഇ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഒരു മെറ്റലിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് സിംപ്ലി ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അവൈലബിൾ വിത്തിൻ ഫെർമി എനർജി EF അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ EF ഇക്ക് കറസ്പോണ്ടിങ് ആയുള്ള റേഡിയസ് കെ ആണെങ്കിൽ EFന് കറസ്പോണ്ടിങ് ആയുള്ള റേഡിയസ് നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? KF അടയാളപ്പെടുത്താം. അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ ഫെർമി ലെവൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 into pi KF square divided by 2 pi by L the whole square. അപ്പൊ ഇതെന്ത് കിട്ടി? ഒരു 2 pi കട്ട് ചെയ്തു. You will get L square by 2 pi KF square എന്ന് കിട്ടും അല്ലേ? അപ്പൊ നമുക്കിവിടെ നമ്പർ ഡെൻസിറ്റിയും KF നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ബൈ ഏരിയ ആണ്. N by L square ആണ് നമ്പർ ഡെൻസിറ്റി. അപ്പൊ നമ്പർ ഡെൻസിറ്റി എന്ത് കിട്ടും നിങ്ങൾക്ക്? KF square by 2 pi meter. So it's a very simple expression. Number density is KF square by 2 pi. So what is the answer for the first question? നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. In order to നമ്മുടെ ആ ഒരു പ്രൊസീജിയർ ഒന്ന് മനസ്സിലുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ആ പ്രൊസീജിയർ ഒന്നുകൂടി ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി മുതൽ നിങ്ങൾ സ്വന്തമായി ചെയ്യണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് KF square by 2 pi. ഓപ്ഷൻ ബി ഈസ് the correct option. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് വേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. എന്നാലും എല്ലാവരും ചെയ്ത് കഴിഞ്ഞില്ലേ? ആരെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡിഡ് യു ഫിനിഷ്? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായി ചെയ്യും. ഫോർ എ 2-dimensional free electron gas at T equal to 0 Kelvin, the electron density N and the Fermi energy EF are related by. ഇപ്പൊ നേരത്തെ നമ്പർ ഡെൻസിറ്റിയും ഫെർമി വെക്ടറും തമ്മിൽ കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ നമ്പർ ഡെൻസിറ്റിയും ഫെർമി എനർജിയും തമ്മിൽ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, ഗുഡ്. ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ഓൾറെഡി ഇപ്പൊ N കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം N-ഉം KF-ഉം EF-ഉം നമ്മൾ കണക്ഷൻ അറിഞ്ഞാൽ മതി. നമുക്കറിയാം EF ഈസ് ഈക്വൽ ടു h bar സ്ക്വയർ KF സ്ക്വയർ ബൈ 2m ആണ്. അപ്പൊ അതുകൊണ്ട് നമ്പർ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 2m EF ബൈ h bar സ്ക്വയർ divided by 2 pi. അപ്പോൾ 2 കട്ട് ചെയ്തു. we'll get MEF divided by pi h bar square. ഓക്കെ, സോ വളരെ ചെറിയൊരു ആൾജിബ്രയാണ്. അപ്പൊ ഇതിപ്പോ നമുക്കിങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് കാരണം നമുക്ക് ഓൾറെഡി മുന്നിലത്തെ ആൻസർ അറിയാം. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്തു. അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് മുകളിലത്തെ കാര്യം അറിയില്ല. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇതേ പ്രൊസീജിയറിന് ഫോളോ ചെയ്യാം. ആദ്യം നിങ്ങൾ നമ്പർ ഡെൻസിറ്റി നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന് എക്സ്പ്രഷൻ കണ്ടെത്താം. അതിൽ നിന്ന് നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി ലെവൽ കണ്ടെത്താം. അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതിന് നമുക്ക് എന്തിലായിരിക്കും കിട്ടുക? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണിന് ഫെർമി വെക്ടറിന്റെ ടേംസിലായിരിക്കും കിട്ടുക. അതിനെ എനർജിയിലോട്ടേക്ക് മാറ്റിയാൽ മതി. അപ്പൊ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. So I think everyone has got the answer. Okay, option B is the correct option. Okay, next third question. For an ideal Fermi gas
Here the question is in 3 dimension. The electron velocity Vf at Fermi surface is proportional to electron concentration Ns. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫെർമി വെലോസിറ്റിയും ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ is nothing but number density. ഇത് തമ്മിലുള്ള കണക്ഷൻ നിങ്ങളൊന്ന് സ്വന്തമായി ചെയ്ത് നോക്ക്. 2 മിനിറ്റ് സമയം തരാം. നിങ്ങൾ സ്വന്തമായി ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി. വേറെ ആരെങ്കിലും? സി. ഓപ്ഷൻ സി കിട്ടിയിരുന്നു. ഒരു മിനിറ്റ് കൂടി 12:16 വരെ കാക്കാം. വേറെ ആർക്കെങ്കിലും ബി കിട്ടി? ആകെ 2 പേര് ചെയ്തുള്ളൂ. നിങ്ങൾ കിട്ടിയ ആൻസർ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിട്ടോ. ജസ്റ്റ് ടൈപ്പ് എ ഓർ ബി ഓർ സി ഓർ ഡി. ഒന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തു പഠിക്കല്ലേ. ഒന്ന് ശ്രമിക്കൂ. ആരുമില്ല. ഓക്കെ, ഗുഡ്. 2 പേര് എൻ്റർ ചെയ്തു. ഒരു 25% ആളുകളെങ്കിലും എൻ്റർ ചെയ്യട്ടെ. അല്ലാതെ നമ്മളിതിങ്ങനെ നമ്മൾക്ക് ഒരു അർത്ഥമില്ല നമ്മളിത് ഇത്രയും ചെയ്തതിൽ. തെറ്റിയാൽ പോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ചെയ്യണം. ഓക്കെ, 3 പേരായി. 4, 5 പേരായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, നമ്മുടെ ഇവിടെ ഇപ്പോൾ 3 dimension ആണ് പ്രോബ്ലം അല്ലേ. സോ ദിസ് എ പ്രോബ്ലം ഫോർ 3 dimension. ഇപ്പോൾ 3 dimension ആകുമ്പോൾ ഓക്കെ, നമുക്ക് ഒരു കാര്യം അറിയുന്നത്, ഒരു എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ സർഫസ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി സ്ഫിയർ വിത്ത് റേഡിയസ് കെ. അപ്പം അങ്ങനെ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി ലെവൽ ഇ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്പർ ഓഫ് പോയിന്റ്സ് ആദ്യം കണ്ടത്. നമ്പർ ഓഫ് പോയിന്റ്സ് വിത്തിൻ ദി സ്ഫിയർ എന്തായിരിക്കും? 4/3 പൈ കെ ക്യൂബ് ഡിവൈഡഡ് ബൈ 2π/L ദ ഹോൾ ക്യൂബ്. നമ്പർ ഓഫ് പോയിന്റ്സ് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എൽ ക്യൂബ് മുകളിൽ വരും, താഴത്തെ 8 മുകളിലായിട്ട് കട്ട് ചെയ്തു, L3/3π² വരും, പിന്നെ കെ ക്യൂബ് ഉണ്ടാവും. ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വിത്തിൻ എനർജി ഇ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആയിരിക്കില്ലേ? ഇങ്ങനെയാണോ? ആരെങ്കിലും പറയാം, നിങ്ങൾക്ക് ഇങ്ങനെയാണ് നമ്പർ ഓഫ് സ്റ്റേറ്റിന് എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി ലെവൽ, ഇതിനാണ് ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു L³ ഡിവൈഡഡ് ബൈ 3π². കെക്ക് പകരം നമ്മൾ KF എന്ന് കൊടുത്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് L³ / 3π² KF³. ഓക്കെ,
അപ്പോൾ നമ്പർ ഡെൻസിറ്റി n/L³ ആണ് നമ്പർ ഡെൻസിറ്റി. സോ നമ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു kF³ divided by 3π². So this is the relation between the number density and the Fermi vector. ഇനി നമുക്ക് ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാത്രം മതി, അതിൻ്റെ എക്സാക്ട് എക്സ്പ്രഷൻ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നമ്പർ ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു kF³ എന്ന് കിട്ടി. ഇനി KF-ഉം VF-ഉം തമ്മിലെ കണക്ഷൻ എന്താണെന്ന് നോക്കണം. ഓക്കെ, അപ്പം നമുക്കറിയുന്നത് ഫെർമി മൊമെന്റം ഈക്വൽ ടു h⁻kF എന്ന് എഴുതാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഫെർമി മൊമെന്റം ഇങ്ങനെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? PF is equal to h⁻kF എന്ന് എഴുതാം. ഇനി ഫെർമി മൊമെന്റത്തിനാണ് നമുക്ക് ഫെർമി വെലോസിറ്റി ടേംസിൽ എങ്ങനെ എഴുതാം? m×vf എന്ന് എഴുതാം. മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് ഫെർമി മൊമെന്റം ഈക്വൽ ടു h⁻kF. അപ്പോൾ KF-ഉം VF-ഉം ഡയറക്റ്റ് റിലേറ്റഡ് ആണ് അല്ലേ? KF ഈസ് ഈക്വൽ ടു mVF divided by h cross another. So KF and VF are linearly proportional. Pangani number density is proportional to VF raised to 3 another. Okay, അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് ഫെർമി വെലോസിറ്റി proportional to number density raised to 1/3 നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. കറക്റ്റ് ഓപ്ഷൻ ഈസ് സി. Is it clear? നമ്മുടെ തെറ്റി ചില ആൾക്കാർക്ക് 1/2 കിട്ടിയിട്ടില്ല. അത് എവിടെയാ തെറ്റിയെന്ന് മനസ്സിലായോ? അല്ലാതെ എവിടെയാണ് തെറ്റിയെന്നുള്ളത് ഏത് സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് മിസ്സായത് ഇവിടുത്തെ ഡിസ്കഷനിൽ അറിയാൻ വേണ്ട? ഞാൻ ജസ്റ്റ് 2D വെച്ച് ചെയ്തത്, അതാ തെറ്റിപ്പോയത്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ ദിസ് എ പ്രൊസീജിയർ. അപ്പം നമ്മളിത് 3 dimension ആണ്. അപ്പം ഓക്കെ, അപ്പോൾ 3 dimension 2 dimension ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ പ്രൊസീജിയർ ഈസ് ഓൾവേസ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇതെല്ലാവരും ചെയ്ത് കഴിഞ്ഞില്ലേ? VF proportional to n⁻⁴ എല്ലാവരും ഫോളോ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. കുറേ പേരൊന്നും മറുപടി പറയുന്നില്ല. So we can go for the next question. Question number 4. The energy wave vector EK displacement relation for a particle in 2 dimensions is E equal to CK, where C is a constant. If its density of state is d of E is proportional to E raised to P, then the value of P is. Okay, ഇപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്പേർഷൻ റിലേഷൻ E ഈക്വൽ ടു CK. നമ്മൾ സാധാരണ ഡിസ്പേർഷൻ റിലേഷൻ അല്ല, സാധാരണ ഡിസ്പേർഷൻ റിലേഷൻ E ഈക്വൽ ടു h⁻² k²/2 ആണ് അല്ലേ? എനർജി ക്വാഡ്രാറ്റിക്കലി പ്രൊപ്പോർഷണൽ ടു K ആണ്. Here it is written as E is linearly proportional to K. പിന്നെ പ്രോബ്ലം 2 dimension ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് E raised to Pക്ക് പ്രൊപ്പോർഷൻ ആണെങ്കിൽ Pന്റെ വാല്യൂ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇതെങ്ങനെ ചെയ്യും? ഇപ്പം നമ്മുടെ പ്രൊസീജിയർ നമ്മൾ നേരത്തെ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി E. ഈ എക്സ്പ്രഷൻ ആദ്യം കണ്ടെത്താം. ഇതെന്തായിരിക്കും 2 dimension കേസിൽ? 2 dimension കേസ് ഇത് സർക്കിൾ. ഇപ്പോൾ 2 dimension എങ്ങനെ? 2 × 5k²/2π/L². 2π/L². അതാണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്. ഇതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. എന്നാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് D. DS എന്ന് പറഞ്ഞാൽ വെറും D നമ്മൾ റിപ്രസെന്റ് ചെയ്യും. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇസ് D of E. By definition it is the derivative of number of state with respect to energy. അല്ലേ? അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് സ്റ്റേറ്റിന് നമ്മുടെ എനർജിൻ്റെ ടേംസിലേക്ക് മാറ്റണം. ഇവിടെ ഇപ്പോൾ Kന്റെ ടേംസിലാണ് ഉള്ളത്, അതിന് എനർജിൻ്റെ ടേംസിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും? Kയും Eയും തമ്മിലുള്ള ഡിസ്പേർഷൻ റിലേഷൻ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിസ്പേർഷൻ റിലേഷൻ E ഈക്വൽ ടു CK ആണ്. നമ്മുടെ ഫ്രീ ഇലക്ട്രോണിന്റെ ഡിസ്പേർഷൻ റിലേഷൻ ഉപയോഗിച്ചുകൂടാ, ആ പ്രോബ്ലത്തിൽ പറഞ്ഞ ഡിസ്പേർഷൻ റിലേഷൻ ഉപയോഗിക്കണം.
ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്തായിട്ട് മാറും? നമ്പർ ഓഫ് സ്റ്റേറ്റ് എക്സ്പ്രഷൻ L² divided by 2π K² പകരം C² E². സോ നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈസ്, നമുക്കിവിടെ പ്രൊപ്പോർഷനാലിറ്റി മതി, അപ്പോൾ നമ്മൾ തൽക്കാലം ബാക്കിയുള്ള കോൺസ്റ്റൻസ് ഒക്കെ ഒഴിവാക്കാം. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു E². അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ പ്രൊപ്പോർഷനാലിറ്റി എങ്ങനെയായിരിക്കും വരാം? ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് വിച്ച് ഈസ് dns by de, that will be proportional to e raised to e raised to 1. കാരണം E² ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു E, x raised to n ന് വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ nx raised to n minus 1. അപ്പോൾ ഇവിടെ 2 e raised to 2 minus 1. 2 minus 1 is 1. അപ്പം dns by de is proportional to e. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? So if d of e is proportional to e raised to p, then p ന്റെ വാല്യൂ എത്ര? 1. The answer is 1. ഓക്കെ, ഇപ്പൊ നമ്മളിതിപ്പോ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യന് ചെറിയൊരു ഡീവിയേഷൻ വന്നു. ഓക്കെ, ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. നമ്മുടെ ഇത് നമ്പർ ഓഫ് സ്റ്റേറ്റിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തുന്നതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ എന്ത് ഉപയോഗിക്കേണ്ടി വരും? നമ്മുടെ ഈ കെയും ഇയും തമ്മിൽ റിലേഷൻ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനിൽ തന്ന റിലേഷൻ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങളിപ്പം ഈ ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എനർജി h²² K²/2 എന്ന് എടുക്കാം. ചില സിറ്റുവേഷനിൽ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഡിസ്പേർഷൻ റിലേഷൻ തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഇത് 2019 ഗേറ്റിന്റെ ചോദിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ചെയ്ത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തതിലേക്ക് പോവാം. കഴിഞ്ഞ കഴിഞ്ഞാൽ പറയാം. അടുത്തതിലേക്ക് പോവാം. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, the tight binding dispersion relation for electron in a one-dimensional array of atoms is given by ഒരു വലിയൊരു എക്സ്പ്രഷൻ ഉണ്ട്, ബീറ്റ ഗാമ ടൈംസിലേക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. And here you have to find the density of state of electron in the band. Okay, ഇത് ബേസിക്കലി ബാൻഡ് തിയറി ആണ്. ബട്ട് യു ക്യാൻ യൂസ് ദ സെയിം പ്രൊസീജിയർ. ഇതേ പ്രൊസീജിയർ നമ്മൾ ഇപ്പം ചെയ്ത പ്രൊസീജിയർ എന്ന് ഉപയോഗിച്ച് നമുക്കൊരു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കണ്ടെത്താം. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ സാധാരണ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വി ഹാവ് ടു ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ ദ നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി ഇ. എനർജി ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ഇന്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്താം. അതിനെ വിത്ത് റെസ്പെക്ട് ടു എനർജിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഏത് കേസാണ്? 1 ഡയമെൻഷൻ ആണോ, 2 ഡയമെൻഷൻ ആണോ, 3 ഡയമെൻഷൻ ആണോ? ഈ പ്രോബ്ലത്തിൽ ഏത് കേസാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? 1 ഡയമെൻഷൻ പ്രോബ്ലം. അപ്പൊ 1 ഡയമെൻഷനിലെ എക്സ്പ്രഷൻ കണ്ടെത്തുന്നതാണ്. 1 ഡയമെൻഷനിൽ എനർജി ഇന്റെ ഉള്ളിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്തും? ആ എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കണ്ടെത്താം. ഒന്ന് ചെയ്ത് നോക്കാം. ഒരു 3 മിനിറ്റ് സമയത്ത് 12:27 ഇതിലുള്ളത് 12:30, 28, 31 വരെ സമയം എടുക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുക, സ്വന്തമായി ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണ് ഓപ്ഷൻ, നിങ്ങൾ കിട്ടിയ ഓപ്ഷൻ കമന്റ് ബോക്സിൽ ഇട്ടോ. തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാമല്ലോ എവിടെയാ തെറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഒരു 10 പേരെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടാൽ മാത്രമേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.
പെട്ടെന്ന് ആൻസർ ചെയ്യാം. 4 മിനിറ്റായി. വേറെ ആർക്കും കിട്ടിയില്ലേ? തെറ്റായാലും കുഴപ്പമില്ല, ജസ്റ്റ് പുട്ട് യുവർ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഈ കാലത്തേക്ക് അഫക്റ്റില്ല. സോ ബെറ്റർ വി ക്യാൻ ഡിസ്കസ് ഇറ്റ്. ഓക്കെ, ഇപ്പം 1 ഡയമെൻഷൻ കേസാണ്. ഇപ്പോൾ 1 ഡയമെൻഷൻ്റെ കേസസിൽ നമുക്കറിയാം, നമ്മുടെ ഈ കേസ് സ്പേസ് ജസ്റ്റ് 1 ഡയമെൻഷൻ. ഇപ്പോൾ ഒരു ഒറിജിൻ എടുക്കുകയാണെങ്കിൽ അത് എനർജി, ഒരു എനർജി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 2 പോയിന്റ് കിട്ടും, ഒരു പ്ലസ് കെ ഒരു മൈനസ് കെ. ഓക്കെ, സോ വിത്തിൻ എനർജി ഇ എന്ന് പറയുന്നത് ടോട്ടൽ 2k ലെങ്ത് കിട്ടും. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ് അവൈലബിൾ വിത്തിൻ എനർജി ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോയിന്റ്സ് വിത്തിൻ എനർജി ഇ. നമ്പർ ഓഫ് പോയിന്റ്സ് വിത്തിൻ എനർജി എത്രയാണ്? 2k, the total length between the energy E divided by the length required to occupy 1 point. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വിച്ച് ഈസ് ബേസിക്കലി ഒരു 2 കട്ട് ചെയ്ത് പോകണമെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു L divided by or 2L divided by pi k. So is the number of state corresponding to energy E. Okay, അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എങ്ങനെ കണ്ടെത്തും? ഇറ്റ്സ് ഈക്വൽ ടു dns by de or ഇറ്റ്സ് ഈക്വൽ ടു 2L by pi dk by de. ഇപ്പോൾ ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു പുട്ട് k ഇൻ ടേംസ് ഓഫ് ഇ. അപ്പോൾ പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ k ഇൻ ടേംസ് ഓഫ് ഇയിലേക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ദിസ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ k ആൻഡ് ഇ. അപ്പം അങ്ങനെ ബെറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് ഉപയോഗിക്കാം. ഈ ഡി കെ ബൈ ഡി ഇന് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സോ 2L by pi dk by de can be written as 1 upon de by dk എന്നത്. ഇത് ചെയ്യാം. ഇപ്പോൾ 2L by pi 1 upon de by dk. So I have to differentiate e with respect to k. So e with respect to k, E0 is a constant, beta is a constant, gamma is also a constant. So with respect to k differentiate, you will get minus 2 gamma cos k, and differentiate you will get minus sin of k. So minus into minus plus. Pinna k with respect to k and differentiate, you will get a outside. So it will be, that will be plus 2 gamma a sin of k എന്നത്. So 2 cut ചെയ്തു, and the final answer will be L by pi gamma a sin of k, and L by pi a gamma sin of k. So that is option A. pi ശരി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ആൻസർ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇപ്പൊ മറ്റുള്ളവർക്ക് എന്ത് പറ്റിയ, എവിടെയാണ് സ്റ്റക്കായി പോയത്? റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് കെ അത് മാറ്റുന്നതിൽ വിഷയമാണല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്നിക്കും കൂടി നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് കേന ഈന്റെ ടേംസിലേക്ക് എഴുതാം. അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, പക്ഷേ ഈ രീതിയിൽ എക്സ്പ്രഷൻ വന്നു അങ്ങനെ എഴുതാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പം ഡി കെ ബൈ ഡി ഇ വരുമ്പോൾ 1 by dA by dk ചെയ്താൽ മതി. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും പോസിബിൾ ആണ് ചോദിക്കാം. അപ്പൊ ഇത് അഗൈൻ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് എക്സാക്ട്ലി സോമർഫെൽഡ് മോഡൽ അല്ല, അല്ലെ? നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് ടൈറ്റ് ബൈൻഡിങ് ഡിസ്പേർഷൻ റിലേഷൻ ആണ്.
സോമർഫെൽഡ് മോഡലിലെ എനർജിയും കെയും തമ്മിലുള്ള റിലേഷൻ സിമ്പിൾ, ഈക്വൽ ടു കെ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ കെ സ്ക്വയർ ബൈ 2 ആണ് വരാം. മറിച്ച് ഈ ബാൻഡ് തിയറിയിലും അതുപോലെ തന്നെ ടൈപ്പ് ബൈൻഡിങ് അപ്രോക്സിമേഷൻസിനെയും ഇത്തരം കെ ഇ റിലേഷൻസ് വരാം. പക്ഷെ അവിടെ നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. Question number 6. The energy dependence of density of state for a two-dimensional non-relativistic electron gas is given by G of E equal to C into E raised to N, where C is a constant. The value of N is. Question number 6. Two-dimensional free electron gas ആണ്. Okay. ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കണ്ടെത്താം. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ എനർജിൻ്റെ പവർ എന്താണെന്ന് നോക്കാം. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 6. അത് വളരെ ഈസിയാണ്, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ചെയ്തവർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ആൻസർ. ഇപ്പോൾ ഇവിടെ വേറെ ഡിസ്പേഷൻ റിലേഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാം, വേറൊന്നും വേണ്ട. ഇയും കെയും തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ കെ സ്ക്വയർ ബൈ 2 എന്ന് എടുക്കാം. ഇത് ചെയ്യാം. ഗുഡ്. അപ്പോൾ ഇത് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. 0 ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. കാരണം നമ്മളിത് ഓൾറെഡി ചെയ്തതാണ് സാധനം അല്ലേ. ഇപ്പോൾ 2 ഡയമെൻഷനിൽ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് 2 ഡയമെൻഷനിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് corresponding to energy E is proportional to K square കിട്ടും. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു ഇ. കെ എനർജിയിലേക്ക് മാറ്റുമ്പം കെ സ്ക്വയറും ഇയും ഡയറക്ട്ലി റിലേറ്റഡ് അല്ലേ. ഇ ക്വാഡ്രാറ്റിക് റിലേറ്റഡ് ടു കെ സ്ക്വയർ. സോ കെ സ്ക്വയർ നമുക്ക് ഇ എന്ന് എഴുതാം, പ്രൊപ്പോർഷണൽ ടു ഇ. ഇപ്പോൾ ഡി എൻ എസ് ബൈ ഡി ഇ ഈക്വൽ ടു എന്താ വരാം, ഇ റേസ് ടു ഇസ് പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു 0 വരും. So then dns by de would be a constant. Right. So the question number 6, the n is 0. Good. Question number 7 നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്തോളൂ. കുറച്ച് ന്യൂമറിക്കലായി ചെയ്യണം. ഫെർമി എനർജി തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്? നമ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ചെയ്തൂടെ? എന്ത് ചെയ്താൽ മതി? നമ്പർ ഡെൻസിറ്റിയും ഫെർമി എനർജി തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താം. അപ്പോൾ പ്രത്യേകിച്ച് ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ 3 ഡയമെൻഷൻ പ്രോബ്ലം. അപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡയമെൻഷനിൽ എടുക്കാം. 2 ഡയമെൻഷനോ 1 ഡയമെൻഷനോ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് പറയും, ഓക്കെ ഇത് 2 ഡയമെൻഷൻ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ 1 ഡയമെൻഷൻ പ്രോബ്ലം ആണുള്ളത്. ഇപ്പോൾ ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഡെൻസിറ്റി കണ്ടെത്തണം. അപ്പോൾ 3 ഡയമെൻഷനിൽ നമ്പർ ഡെൻസിറ്റിന് എക്സ്പ്രഷൻ, ഓക്കെ നമ്പർ ഡെൻസിറ്റി ഇതാണിത്. നമ്പർ ഡെൻസിറ്റി kF3/3π². ഇതിപ്പോൾ kF ടേംസിലുള്ളത്. അതിന് നിങ്ങൾ എന്തിലേക്ക് മാറ്റണം? ഫെർമി എനർജി ടേംസിലേക്ക് മാറ്റണം. കാരണം ഫെർമി എനർജി ഈസ് h bar square
kF²/2. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് kfനെ EFന്റെ ടേംസിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ it is equal to 1/3π² kf equal to 2m/h² EF all raised to 1/2 വരും. സോ ഇറ്റ് ഈസ് all raised to 3/2. ഇതാണ് നമ്പർ ഡെൻസിറ്റിന്റെ എക്സ്പ്രഷൻ. അപ്പൊ ഇതിൽ എം എന്താണെന്ന് അറിയാം, എച്ച് ബാർ അറിയാം, പൈ അറിയാം, EF തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്പർ ഡെൻസിറ്റി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളിത് ഹോംവർക്കായി ചെയ്ത് നോക്കുക. അപ്പോൾ ഫെർമി എനർജി ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ഫെർമി എനർജി തന്നിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേരം യു ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു ജൂൾ. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ജൂളാണ്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോംവർക്കായി ചെയ്തോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ, അപ്പോൾ നമുക്ക് നെറ്റ്, ഇപ്പോൾ ഇതുവരെ നമ്മൾ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നമുക്ക് നെറ്റിന്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. So if the number density of free electron gas in 3 dimension is increased 8 times, its Fermi temperature will. ചെയ്ത് നോക്കിയാ ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യാം. കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാം. ജസ്റ്റ് ഓപ്ഷൻ എഴുതിയാൽ മതി. ഓക്കെ, ആർക്കും കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യനിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 dimension ആണ് പ്രോബ്ലം. നമ്പർ ഡെൻസിറ്റി 8 ടൈംസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫെർമി ടെമ്പറേച്ചറിൽ എന്താണ് മാറ്റം വരാം? ഫെർമി ടെമ്പറേച്ചറും ഫെർമി എനർജിയും തമ്മിൽ റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചാൽ മതി. ഒരാൾ ആൻസർ ചെയ്തു, ഐശ്വര്യ. ഇപ്പൊ ഇവിടെ നമുക്ക് റിലേഷൻ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ഒന്നും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായി ചെയ്യാം. നമുക്ക് ജസ്റ്റ് യു ഹാവ് ടു ജസ്റ്റ് ഫൈൻഡ് ദ പ്രൊപ്പോർഷനാലിറ്റി. So we have got 2 answers now. ഇത് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഡെൻസിറ്റി ആൻഡ് ഫെർമി ടെമ്പറേച്ചർ. നമ്പർ ഡെൻസിറ്റിയും ഫെർമി എനർജിയും തമ്മിലുള്ള റിലേഷൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 3 dimensional.
അത് ഓർമ്മയില്ലെങ്കിൽ again go through the procedure. That is a proper way. Go through the procedure and find the relation between the Fermi energy and number density. പിന്നെ അതിനുശേഷം ഫെർമി എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. സോറി, ഫെർമി ടെമ്പറേച്ചർ നമ്പർ ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താം. So we got 3 answers. പറയില്ലേ? ഓക്കെ, 4 ആൻസർ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ 3 dimension പ്രോബ്ലം ആണിത്. Okay, so now again we can start with the number of state. So number of state is equal to 2 times 4/3 pi k cube divided by 2 pi by L all cube ആണ് അല്ലേ? ഇതാണ് നമുക്ക് ഏറ്റവും ബേസിക്കായി നമുക്ക് അറിയുന്ന കാര്യം. നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ എനർജി E equal to the volume corresponding to energy E divided by a volume required to occupy 1 point, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ this number of state corresponding to energy E is proportional to k cube. അങ്ങനെ number of state corresponding to within Fermi level proportional to നമുക്ക് എങ്ങനെ എഴുതാം? kf cube എന്ന് എഴുതാം അല്ലേ? ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു kf ക്യൂബ് ആണ്. നമ്പർ ഓഫ് സ്റ്റേറ്റ് വിത്തിൻ ഫെർമി ലെവൽ kf ക്യൂബ് ആണെങ്കിൽ നമുക്ക് നമ്പർ ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു kf ക്യൂബിന് എഴുതി കൂടെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തൽക്കാലം ഞാൻ പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻസ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഇനി kf-ഉം EF-ഉം തമ്മിൽ ബന്ധം എങ്ങനെയാണ്? EF is equal to h bar square kf square by 2m. അപ്പൊ kf എന്ന് പറയുന്നത് EF raised to 1/2 ആണ്. അപ്പൊ നമ്പർ ഡെൻസിറ്റി ഈക്വൽ ടു EF raised to 3/2 എന്ന് കിട്ടും. ഓക്കെ, നമ്പർ ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു EF raised to 3/2. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് നമ്പർ ഡെൻസിറ്റി ഫെർമി ടെമ്പറേച്ചർ നമ്മൾ റിലേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഫെർമി എനർജി is equal to Boltzmann's constant into Fermi temperature. So this is the definition for Fermi temperature. അങ്ങനെ n proportional to EF raised to 3/2 എന്നുള്ളത് n proportional to TF raised to 3/2 എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ TF is proportional to n raised to 2/3 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു ടെമ്പറേച്ചർ എടുക്കട്ടെ. TF prime is proportional to n prime raised to 2/3. അപ്പോൾ ഇത് നമ്മൾ റേഷ്യോ എടുക്കുന്നത് എന്ത് വരും? TF prime divided by TF is equal to n prime divided by n all raised to 2/3. Okay, now n prime എന്ന് പറയുന്നത് 8 times of n എന്നിരിക്കട്ടെ. അപ്പോൾ TF prime എന്ത് വരും? TF prime by TF is equal to 8 raised to 2/3 എന്ന് വരും. 8 raised to 2/3 എത്രയാണ്? 8 raised to 1/3 is 2. But 2 square is 4. So that means TF prime is equal to 4 times TF. So if number density increase by 8 times, if new number density is 8 times of the original number density, then new Fermi temperature would be 4 times of the original Fermi temperature. But the answer is it increases by a factor of 4. So it increases by a factor of 4. Okay. അപ്പോൾ ഇതിൽ ചിലർക്കൊക്കെ ആൻസർ കുറച്ച് മാറിപ്പോയിരുന്നു. എവിടെയാണ് അത് നിങ്ങളുടെ ഈ സ്റ്റെപ്പിൽ എവിടെയാണ് തെറ്റ് പറ്റിയെന്നതൊന്ന് പറയാൻ പറ്റുമോ? പവർ എടുത്തപ്പം ശ്രദ്ധിച്ചില്ല. ഏതിന്റെ പവർ? 8ന്റെ പവർ 8 അതാണ് പോയി. ബാക്കി ഇതൊക്കെ കറക്റ്റ് ആണ് ചെയ്ത്. EF equal to EF proportional to TF എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തത്. ഇത് ശരിയാണ്. ഓക്കെ ഓക്കെ, അത് തെറ്റിട്ടാണ്, കുഴപ്പമില്ല. അപ്പൊ ഏകദേശം പ്രൊസീജിയർ മനസ്സിലല്ലോ. ഓക്കെ, നമുക്ക് അത് ചെയ്യുന്ന ചിലപ്പോൾ തെറ്റിപ്പോവാം. നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് അത് കറക്റ്റായി വരികയാണ് ചെയ്യുക. കുഴപ്പമില്ല. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മുടെ ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 8 കംപ്ലീറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 എനിക്ക്
ഒന്ന് ഹോംവർക്കായി ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം. കൺസിഡർ സിസ്റ്റം ഓഫ് നോൺ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾ ഇൻ ഡി ഡയമെൻഷൻ ഒബെയിങ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എപ്സിലോൺ ഈക്വൽ ടു ഇത് ഇവിടെ നിന്ന് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഡു ഇറ്റ് നൗ ഇറ്റ്സെൽഫ്. Question number 9, where epsilon is the energy and k is the wave vector, s is an integer and a is a constant. The density of state is proportional to. ഇപ്പൊ നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ജൂൺ 2012. അപ്പൊ ഇത് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ഒക്കെ നമ്മൾ ചെയ്തു അല്ലെ. പക്ഷെ ഇത് ഒരു ജനറൽ ആയിട്ട് ഒരു ഡി ഡയമെൻഷൻ പ്രോബ്ലം. ഡി ഡയമെൻഷൻ ഇപ്പൊ ഡി ഡയമെൻഷൻ ഇപ്പം 1 ഡയമെൻഷൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കെ റേസ് ടു എന്താ വരുന്നത് 1 ഡയമെൻഷനിൽ? നമ്പർ ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു കെ റേസ് ടു 1 ആണോ 2 ആണോ 3 ആണോ? നമ്പർ ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു കെ റേസ് ടു 1 ഡയമെൻഷൻ എങ്ങനെ വരാം? 1. 2 ഡയമെൻഷനിലോ? നമ്പർ ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു കെ റേസ് ടു 2 ആണ്. അപ്പൊ അങ്ങനെ ഡി ഡയമെൻഷൻ എങ്ങനെ വരാം? കെ റേസ് ടു ഡി. നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കെ റേസ് ടു ഡി അല്ലെ. ഇനി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഡി എൻ എസ് ബൈ ഡി ഇ ചെയ്യണം അല്ലെ. ഇപ്പൊ ഡി എൻ എസ് ബൈ ഡി ഇ ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു റീറൈറ്റ് കെ ഇൻ ടേംസ് ഓഫ് ഇ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ കെയും ഇയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എപ്സിലോൺ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കെ റേസ് ടു എസ്. അപ്പൊ കെന് പകരം ഇ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 1 ബൈ എസ് എന്ന് വരും. സോ ഇറ്റ് ഈസ് ഇ റേസ് ടു എൻ എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു ഡി ബൈ എസ് എന്ന് വരും അല്ലെ. ഓക്കെ ആണോ? നമ്മുടെ ഡിസ്പ്ലേഷൻ റിലേഷൻ ഇങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു ഇ റേസ് ടു 1 ബൈ എസ്. അപ്പം നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈക്വൽ പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു ഡി ബൈ എസ് എഴുതി കൂടെ. അപ്പൊ ഡി എൻ എസ് ബൈ ഡി എന്ത് വരും? ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു പ്രൊപ്പോർഷണാലിറ്റി മതി, പെട്ടെന്ന് പറയും, ആരെങ്കിലും പറയും. ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? ഡി ബൈ എസ് മൈനസ് 1 പവർ വരും. ഡി ബൈ എസ് മൈനസ് 1. ഓപ്ഷൻ ബി. ഒന്ന് പറയാമോ? പറഞ്ഞു. ഡി ബൈ എസ് എങ്ങനെയാ വന്നേ? ഓക്കെ, ഇത് മനസ്സിലായി. അപ്പൊ 1 ഡയമെൻഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് കെ റേസ് ടു 1 ആണ്. 2 ഡയമെൻഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് പ്രൊപ്പോർഷണൽ ടു കെ സ്ക്വയർ ആണ്. അത് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഡി ഡയമെൻഷൻ ആകുമ്പോ നമ്മുടെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡി ഡയമെൻഷൻ. അപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്തിന്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും? ഡി ഇനി കെനെ നമുക്ക് ടീന്റെ ടേംസിലേക്ക് മാറ്റിയതാണ്. അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡിസ്പ്ലേഷൻ റിലേഷൻ ഉപയോഗിക്കണം. ഇവിടെ ഇപ്പൊ ഡിസ്പ്ലേഷൻ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ഇ ഈക്വൽ ടു എ ഇൻറ്റു കെ റേസ് ടു എസ് ആണ്. അപ്പൊ കെ ഈക്വൽ ടു ഇ റേസ് ടു 1 ബൈ എസ് എന്ന് എഴുതാം. ഇ റേസ് ടു 1 ബൈ എസ് ഓൾ റേസ് ടു ഡി വരും. അത് ഇ റേസ് ടു ഡി ബൈ എസ്. Okay, so the option B is a correct option. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 നമ്മൾ ഓൾറെഡി ചെയ്ത പെട്ടെന്ന് പറഞ്ഞു. ഏതാണ് ഓപ്ഷൻ ഉള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 9 എല്ലാവരും ചെയ്ത് കഴിഞ്ഞെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 പെട്ടെന്ന് ആൻസർ ചെയ്യാം.
അത് ആൻസർ ചെയ്തില്ലേ? നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യമില്ല ഇത്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റും എനർജിയും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും വരാം? പ്രോബ്ലം 2 ഡയമെൻഷൻ ആണ്. ഏതാണ് ഓപ്ഷൻ? എ ബി സി ഡി 4 ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. ഏത് ഗ്രാഫാണ്? നമ്മൾ മുകളിൽ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിന് ഗ്രാഫിൽ വരക്കുന്ന മാത്രമേ ഉള്ളൂ. യെസ്, ഓപ്ഷൻ സി അല്ലേ? അത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മൾ ചെയ്ത അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മൾ ചെയ്യണം. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എനർജി ഡിപ്പെൻഡന്റ്, എനർജി റേസ് ടു 0 ആണ്. സോ ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഡി ഓഫ് ഇ is a constant. But D of E constant is option C is the correct option. Okay, next question number 11. Question number 11. ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യാം. ബട്ട് ഞാൻ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ നമ്പർ 6 പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മനസ്സിലാത്തവർ ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്ന് നോക്കിയാൽ മതി. അത് നിങ്ങൾ പിന്നെ നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇനി ബാക്കി പിന്നെ 1 2 3 4 5 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. നിങ്ങൾ ഹോംവർക്കായി ചെയ്ത് നോക്ക്, സ്വന്തമായി ചെയ്ത് നോക്ക്. So right now, let's do it. Question number 11. ഈ ക്വസ്റ്റ്യൻ നമ്പർ 11 നമ്മളിപ്പം ഒരു ചെറിയൊരു പുതിയൊരു കാര്യം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ here we have to find the radius of Fermi sphere of free electron in a monovalent metal with an FCC structure. Okay, അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. FCC structure in which the volume of the unit cell is A cube. Okay, FCC structure എന്താണെന്നുള്ളത് ഓർമ്മ ഉണ്ടായിരുന്നോ? FCC structure അപ്പോൾ ഒരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ, വെർബേസ് ലാറ്റിസ് പല ലാറ്റിസുകളുണ്ട്. ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, സിമ്പിൾ ക്യൂബിക്ക്. ഇപ്പോൾ ഫേസ് സെന്റേർഡ് ആവുന്ന നേരം എല്ലാ കോർണറിലും ആറ്റം ഉണ്ടാവും, കൂടാതെ ഫേസുകളുടെ സെൻറ്ററിലും ആറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു FCC സ്ട്രക്ചർ ആകുമ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ആറ്റംസ് ആണ് ടോട്ടൽ ഉണ്ടാവുക? കോർണറിലെല്ലാം കൂടിയിട്ട് ടോട്ടൽ 1 വരും. കോർണറിലെ കോൺട്രിബ്യൂഷൻ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ, അതിൽ ഫേസിന്റെ സെൻറ്ററിലെ കോൺട്രിബ്യൂഷൻ കൂട്ടിക്കഴിഞ്ഞാലോ, ഫേസിന്റെ സെൻറ്ററിലുള്ള ഒരു ആറ്റം ശരിക്കും 2 ക്യൂബായിട്ടാണ് ഷെയർ ചെയ്യപ്പെടുക. അപ്പോൾ ഫേസിന്റെ സെൻറ്ററിൽ ഒരു ആറ്റം വെക്കുകയാണെങ്കിൽ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദാറ്റ് ആറ്റം ടു എ വൺ പർട്ടിക്കുലർ യൂണിറ്റ് സെൽ ഈസ് ഓൺലി 1/2. അപ്പം അങ്ങനെ 6 ഫേസിൽ ആറ്റം ഉണ്ട്. അപ്പോൾ 6 ഫേസ്, ഓരോ ഫേസിലും കോൺട്രിബ്യൂഷൻ 1/2 ആണ്. അപ്പോൾ 6 ഫേസ് കൂടിയിട്ട് ടോട്ടൽ 3 കോൺട്രിബ്യൂഷൻ വരും. കോർണറിൽ 8 കൂടിയിട്ട് 1 കോൺട്രിബ്യൂഷൻ വരും. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് 4. അപ്പോൾ ഒരു FCC സ്ട്രക്ചർ ആകുമ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ 4 ആറ്റമാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ആ യൂണിറ്റ് സെല്ലിന്റെ വോളിയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് A cube എന്നാണ്. A cube. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഡെൻസിറ്റി, FCCന്റെ കേസിൽ നമ്പർ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ആറ്റം in unit cell divided by the volume of the unit cell. So this is an additional thing. So in case of FCC, number density നമുക്ക് 4/A cube എന്ന് എഴുതാം. ഇപ്പം നമ്മളിപ്പം ക്രിസ്റ്റൽ സ്ട്രക്ചർ കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യില്ല. ബട്ട് ഐ തിങ്ക്
അധിക യൂണിവേഴ്സിറ്റീസിലും ഡിഗ്രി ലെവലിൽ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിപ്പിക്കുന്നുണ്ട്. FCC എന്താ, BCC എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദിസ്. ഓക്കെ, ഇനി അതിപ്പോൾ ഫെമിലിയർ അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഇതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ബാൻഡ് തിയറി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ FCCന്റെ കേസിൽ നമ്പർ ഡെൻസിറ്റി നമുക്ക് 4/A³ എന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കിട്ടും. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി ഫെർമി സ്ഫിയർ. അപ്പോൾ KF ആണ് കണ്ടെത്തേണ്ടത്. KF, വി ഹാവ് ടു ഫൈൻഡ് KF. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, KF-ഉം N-ഉം തമ്മിലുള്ള റിലേഷൻ എഴുതാം. എന്നിട്ട് അതിനുശേഷം N-ന് 4/A³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്വന്തമായി ചെയ്ത് നോക്കിയാ. നിങ്ങളുടെ ഓപ്ഷൻസ് ABCD നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. Okay, so we have got 4 answers now. 5, 6. Okay, good. ഇതൊന്ന് ഓക്കെ, നമുക്ക് നോക്കാം ശരിയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്പർ ഡെൻസിറ്റി ഈക്വൽ ടു എനിക്ക് വന്ന് 1/3π² KF³. ഇതിലെ റിലേഷൻ 3 ഡയമെൻഷനിൽ. Yes, number density is KF³ divided by 3π². Okay, അപ്പോൾ number density നമുക്ക് എങ്ങനെ എഴുതാം? 4/A³ എന്ന് എഴുതാം, equal to 1/3π² KF³. അപ്പോൾ KF കണ്ടെത്തുമ്പോൾ 12π²/A³ all raised to 1/3. So option A is the correct option. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഞങ്ങളിപ്പോ സാധാരണ എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോർമുല ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓർമ്മ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പം അത്തരം സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, വിൽ ഗോ ത്രൂ ദിസ് പ്രൊസീജിയർ. നമ്മൾ 3 ഡയമെൻഷനിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കണ്ടെത്തുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ആ സ്റ്റെപ്പ് അതങ്ങനെ നിന്ന് പോയിക്കാൻ നമുക്ക് നമ്പർ ഡെൻസിറ്റിന്റെ എക്സ്പ്രഷൻ കിട്ടും. ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ഡെറിവേഷൻ. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ഷുഡ് നോട്ട് റിമെമ്പർ ദിസ് ഫോർമുല. ഫോർമുല ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ അധികം ഒരുപാട് ഫോർമുലാസ് ഓർത്ത് വെക്കേണ്ടി വരും. ഫിസിക്സ് പഠിക്കുമ്പോൾ ബെറ്റർ ഡോണ്ട് റിമെമ്പർ ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോർമുലാസ് മാത്രം ഓർത്ത് വെക്കാം. എല്ലാ ഫോർമുലയും ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിപ്പോകും. സോ ബെറ്റർ റിമെമ്പർ ദ പ്രൊസീജിയർ, ബെറ്റർ റിമെമ്പർ ദ കൺസെപ്റ്റ്സ്. ഓക്കെ, സോ ഗുഡ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കുറച്ച് പേർക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ദറ്റ് ഈസ് ദ ബിഗ് സക്സസ് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്.
ഇനി വേറെ ചെറിയൊരു കാര്യം പറയാൻ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ ഇതുവരെ ഡി ഓഫ് ഇ എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കിറ്റിൽ നോക്കുകയാണെങ്കിൽ ജി ഓഫ് ഇ ആയിരിക്കും ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ജി ഓഫ് ഇ ഡി ഓഫ് ഇ നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ജി ഓഫ് ഇ എന്ന് പറയുന്നത് 1/, G of E is 1/V dNs/dE ആണ്. G of E okay, so better I will സാധാരണ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് dNs/dE. അതിന് വിത്ത് റെസ്പെക്ട് ടു വോളിയത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ജി ഓഫ് ഇ. സോ the number of states available within unit energy interval divided by volume, അതിനാണ് ജി ഓഫ് ഇ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. So it is also called as density of states, and this is a definition followed by Kittel. ഈ കിറ്റലിന്റെ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഈ രീതിയിലായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രോബ്ലം ആ രീതിയിൽ സാധനം ജി ഓഫ് ഇ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ഇസ് TAFR ക്വസ്റ്റ്യൻ. സോ ബെറ്റർ യു ഡു ഇറ്റ് യുവർ സെൽഫ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 12, 13, 14 ഇസ് സിമ്പിൾ. 15ഉം എനിക്കൊന്നും വലിയ വിഷയമില്ല, ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 15 കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 15. Because here we have to use the concept of Brillouin zone. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. Brillouin zone അറിയെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. So for except question number 15, question number 19 നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. So except question number 15 you can try all other questions. So the question number 12, 13, 14, 19. അപ്പോൾ 1, 2, 3, 4, പിന്നെ ഓൾറെഡി ഞാൻ ഇങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 5 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തതുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമുക്കിപ്പം ഇവിടെ നിർത്താം. എഫക്റ്റീവായിരുന്നു, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ. ഇപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് സോമർഫീൽഡിൽ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് ചെയ്തു നോക്കാം. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ദെൻ യു വിൽ ഗെറ്റ് കോൺഫിഡൻറ്റ്. സർ യെസ് സർ. സാർ ഇന്ന് നിർത്തിക്കൂടാ നമുക്ക്? ഓ സാർ നിർത്താം. അപ്പൊ ഇന്ന് കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരോടും സ്വന്തമായി ചെയ്ത് നോക്ക്. ഈ പ്രോബ്ലം സെക്ഷൻ ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതല്ലാതെ മറ്റുള്ളതും ഇപ്പം ഒരുപാട് ഓൺലൈൻ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടാം. അപ്പൊ അതും അതിലുള്ള പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കാം. ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്ന മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അതല്ലാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത മറ്റു രീതിയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും സ്വന്തമായി ചെയ്ത് നോക്കാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മൾ ഫ്രീ ഇലക്ട്രോൺ തിയറി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഇപ്പൊ നമ്മുടെ ഈ റെസിപ്രോക്കൽ ലാറ്റീസ്, അതുപോലെ തന്നെ ഫിസിക്കൽ ലാറ്റീസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ താങ്ക്സ് അഗൈൻ, വൺസ് അഗൈൻ താങ്ക്സ് ഫോർ മുബാഷ് സർ ഫോർ ഓൾ ദി കോർഡിനേഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.